കഴിഞ്ഞ വർഷം നമ്മൾ കെയറിനെ പറ്റി സ്റ്റുഡൻ്റ് കോട്ടയത്തൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു. കുറച്ചുകൂടെ കെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് കുറച്ചുകൂടെ നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു എങ്ങനെയാണ് നമ്മൾ ഡെമോക്രറ്റൈസേഷൻ, അപ്പോൾ അത് പലതും ഡെമോക്രറ്റൈസേഷൻ വർക്കുണ്ട്, ഡെമോക്രറ്റൈസേഷൻ ഓഫ് കെയർ ഉണ്ട്, പിന്നെ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ടെക്നോളജി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഡെമോക്രറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ള നമ്മളെല്ലാവരും ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയുടെ ഒരു അടിസ്ഥാന നില, അതില്ലാതെ നമുക്ക് പൊളിറ്റിക്സിൽ ഇടപെടാൻ പറ്റുന്നില്ല. കുറച്ച് പക്ഷേ ഡെമോക്രസി പോലെ ഇത്രമാത്രം ഒരു ലംഘിക്കപ്പെടുന്ന ഒരു സാധനം. കാരണം എല്ലാ നോൺ ഡെമോക്രാറ്റിക് ആൾക്കാരും അവർ ഡെമോക്രാറ്റിക്കാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ആരും ഞങ്ങൾ നോൺ ഡെമോക്രാറ്റിക് ആണെന്ന് പറയുന്നവർ വളരെ ചുരുക്കം, അങ്ങനെ ചിലരുണ്ട്, പക്ഷേ വളരെ ചുരുക്കം ആൾക്കാരെ ലോകത്തിലുള്ളൂ. ഓരോ മറ്റുള്ളവരെല്ലാം നോൺ ഡെമോക്രാറ്റിക്കാണ്, അവർ ഡെമോക്രാറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഡെമോക്രസി നമുക്ക് ഇമ്പോസ് ചെയ്യാനും പറ്റും. അമേരിക്കയ്ക്ക് ഇറാഖ് ചെയ്യുന്നത് നമുക്ക് ഡെമോക്രസി ഇമ്പോസ് ചെയ്യാം. കാരണം ഡെമോക്രസി ഈസ് സോ വാല്യുബിൾ. കാരണം ഏറ്റവും നോൺ ഡെമോക്രാറ്റിക് മീൻസിൽ കൂടെ പോലും അത് ഇമ്പോസ് ചെയ്യുന്നത് ഓക്കെയാണെന്നുള്ള ഒരു. അപ്പോൾ അതുകൊണ്ട് ഡെമോക്രസിയെ പറ്റിയും നമുക്ക് ആലോചിക്കണം, നമ്മൾ എങ്ങനെയാണ് ഡെമോക്രസിയെ പറ്റി ആലോചിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ട് പോലെ ഞാൻ ഒരു മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ വിമർശകനൊന്നുമല്ല. കൃത്യമായിട്ട് ആശുപത്രിയിൽ പോവുകയും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാനും. പക്ഷെ എന്നാലും നമുക്കുള്ള ഇതിനെപ്പറ്റിയുള്ള ചില ചോദ്യങ്ങൾ, ഇപ്പോൾ ഈ ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ആ സമരം നടന്ന സമയത്ത് എല്ലാ പോലെ ഒരു മീഡിയ പോളറൈസ്ഡ് ആണ്. നിങ്ങൾ ഏത് സ്ഥലത്താണ്, അല്ലെങ്കിൽ ഇവർക്ക് അർഹമായ വേതനം കൊടുക്കണം, പക്ഷെ ആര് കൊടുക്കും, ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ഏകദേശം ഒരു വിധത്തിൽ പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ഇപ്പം അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് നമ്മുടെ ആരോഗ്യരംഗത്തെ പറ്റിയും ജനാധിപത്യത്തെ പറ്റിയുള്ള ചില ഫണ്ടമെൻ്റൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമെന്നുള്ളൂ. നിങ്ങളിപ്പോൾ അടുത്ത ഇടയ്ക്ക് ഒരു കേരളത്തിലൊരു ഗോസിപ്പ് ന്യൂസ് കേട്ട് കാണും. അതായത് ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പ് കേരളത്തിൻ്റെ ആരോഗ്യ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു വലിയ എഫേർട്ട് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ആശാ വർക്കേഴ്സൊക്കെ ഇൻവോൾവ് ആണ്, ഡോക്ടേഴ്സും ഒക്കെ ഇൻവോൾവ് ആണ്. അത് പ്രീ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഈ കോവിഡ് പോലെ അടുത്ത പാൻഡമിക് 10 വർഷത്തിനകം അടുത്ത പാൻഡമിക് ഉണ്ടാകാനുള്ള സാധ്യത 22.84% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ പ്രിപ്പയർഡ്നെസ് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മറ്റേ സൈഡ്, ഈ ഞാൻ ഗോസിപ്പ് എന്ന് പറയാൻ കാരണം മറ്റേ സൈഡ് ഇത് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മളാരും കോട്ട് ചെയ്യരുത്, ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി റിട്ടയർ ചെയ്തിട്ട് ഏതോ ഒരു മൾട്ടിനാഷണൽ പ്രൈവറ്റ് ഫേമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ IASകാർക്ക് പോകുമ്പോൾ ഇപ്പോൾ വേണ്ടത് അവർ വർക്ക് ചെയ്യുന്ന ഡൊമൈനിലെ ഡേറ്റയുമായിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ വലിയൊരു മൊബിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ല, പക്ഷേ ഇങ്ങനെ ഒരു സസ്പീഷ്യസിൻ്റെ ക്ലൈമറ്റിലാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിന് പാരലായിട്ട് ഞാൻ ഈയിടെ ഇൻസ്റ്റാഗ്രാമിലൊരു ഏതൊരു TV ഡിബേറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അതായത് കേരളത്തിലെ പ്രിസണിലുള്ള ക്രിമിനൽസിൻ്റെ മിനിമം വേജ് കൂട്ടി, അതായത് 150 നിന്ന് 650 മാറ്റി. അപ്പോൾ ഈ ഒരു അഡ്വക്കേറ്റ് ചോദിക്കുകയാണ്, ആശാ വർക്കേഴ്സിന് പോലും വേതനം കൊടുക്കാത്ത നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരായ കുറ്റവാളികൾക്ക് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? അപ്പോൾ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രിസണേഴ്സിന് മിനിമം ഇത് കൊടുക്കാൻ തയ്യാറായ ഒരു ഭരണകൂടം, അതായത് സാമൂഹ്യ വിരുദ്ധരായ മനുഷ്യർക്ക് ഇത് കൊടുക്കാൻ തയ്യാറായ ഒരു ഭരണകൂടം പ്രോ സോഷ്യൽ ആയിട്ട് സമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന, സ്വന്തം ജീവിതം പണയം വെച്ച് വർക്ക് ചെയ്യുന്ന മനുഷ്യരോട് എന്തുകൊണ്ട് ഇത്ര നികൃഷ്ടമായി പെരുമാറുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇത്. അതാണ് അതിനകത്തെ പ്രശ്നം. കാരണം കുറ്റവാളികളെ സാമൂഹിക അതായത് കേരളത്തിൻ്റെ പബ്ലിക് സ്ഫിയറിൽ ഇമ്മീഡിയറ്റ് അവൈലബിലിറ്റിയാണ്. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ആൻറ്റി സോഷ്യലാണ്. ഒരുപാട് പേര് അതിലുണ്ട്.
അല്ല വിചാരണ ഞാൻ പറയുന്നതല്ല, വിചാരണ അല്ല, സോഷ്യൽ സയൻസ് ഇതാണ്. സോഷ്യൽ സയൻസ് വളരെ മുമ്പോട്ട് പോയി. ഒരു ക്രിമിനലിനെ നമുക്ക് ആന്റി സോഷ്യൽ വിളിക്കാൻ പറ്റുന്ന, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അവരെ വാട്ടെവർ ഇറ്റ് മേ ബി ജയിലിൽ ഒരാളെ പിടിച്ചിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൊസൈറ്റി അറ്റ്ലീസ്റ്റ് ലോ കൺസിഡർ ഹിം ആസ് ഹി ഹാസ് ഡൺ സംതിങ് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറൊരു പോയിന്റ്, ബട്ട് അത് വേറൊരു ഡിബേറ്റ്. പക്ഷെ എങ്കിൽ പോലും somebody is being sent means to the jail means he has done something against the society. അതൊന്നും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു പൊസിഷൻ അല്ല അത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഡിബേറ്റ് പോയിന്റ് ഇതാണ്. അങ്ങനത്തെ ഒരു ആളോട് ദയവ്, അനുകമ്പ, കമ്പാഷൻ നമ്മുടെ ഗവൺമെന്റിന് കാണിക്കുന്നെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ബാഡ് എന്നല്ല പറയുന്നത്. ബീങ് കമ്പാഷനേറ്റ് ടു എ പ്രിസണർ ഈസ് സംതിങ് യു ക്യാൻ ഡു. പക്ഷെ അതിന് മുമ്പത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോ സോഷ്യൽ ആയിട്ടുള്ള, സ്ത്രീകളായിട്ടുള്ള, ദുർബലരായിട്ടുള്ള, അവശരായിട്ടുള്ള മനുഷ്യരോട് കമ്പാഷൻ എന്തുകൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അല്ല, നമ്മൾ തർക്കിക്കുകയല്ല. ആ ഒരു പോയിന്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു ഇതിലായിരിക്കണം എന്നില്ല നമ്മളെല്ലാവരും ഈ പ്രോബ്ലത്തെ നമ്മൾ സമീപിക്കുന്നത്. ഇപ്പം ഈ അവശരായിട്ടുള്ള ആൾക്കാരാണോ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി നിശ്ചയിക്കേണ്ടതെന്നുള്ളൊരു വലിയ പ്രോബ്ലം. ഇത് ഒരു സാമാന്യ നിലയ്ക്ക് ഇപ്പോൾ അവശരായ ആൾക്കാരാണോ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി, അതൊരു നിശ്ചയിക്കേണ്ടതെന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അത് വലിയ രോചത്തുള്ള വലതുപക്ഷ ചിന്ത അങ്ങനെയൊന്നും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. വലതുപക്ഷ ചിന്ത പറയുന്നത് അവശരായ ആൾക്കാരല്ല, ചുങ്കക്കാരും പാപികളും അല്ല, നാളെ പറ്റി നിർണ്ണയിക്കേണ്ടെന്നുള്ളവരുണ്ട്. അപ്പോൾ ഇത് വേറെ കാര്യം നമ്മളിത് പെടുത്തേണ്ട. കാരണം നമ്മൾ ഈ ചർച്ചകൾ നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഒരു കാര്യം, വാസ്തവത്തിൽ ഈ ആരോഗ്യരംഗമാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തെ ബാധിക്കുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഹ്യൂമാനിറ്റി, സോഷ്യൽ സയൻസസ്, എഡ്യൂക്കേഷൻ ഇല്ലാത്തതും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്താണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് അതുണ്ട്. അത് അടച്ചുപൂട്ടാനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മൾ പണ്ട് ബ്രഹ്മത്തോടെ സമീപിക്കുമ്പോൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർമാർക്ക് സോഷ്യൽ സയൻസിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പഠിപ്പിക്കാത്ത ഒരു സമയത്ത് അത് ചർച്ച ചെയ്യാനുള്ള ഒരു പാരലൽ ഫോറം നമ്മളുണ്ടാവേണ്ടതുണ്ട് കേരളത്തിൽ. കാരണം വാസ്തവത്തിൽ ഈ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഒന്നും മെഡിക്കൽ സയൻസിലില്ലെങ്കിലും ഈ രംഗത്ത് ഏറ്റവും ഫണ്ടമെൻ്റലായ ഇൻ്ററാക്ഷൻസ് ഉണ്ടായിട്ടുള്ളത് മെഡിക്കൽ സയൻസിൽ നിന്നാണ്. കാരണം ആൻറ്റി സൈക്യാട്രിക് മൂവ്മെൻറ്റാണ് വാസ്തവത്തിൽ ഈ നമ്മുടെ കണ്ടംപററി ഹ്യൂമാനിറ്റീസിലുള്ള വലിയ ചേഞ്ചസിന് ഇതായിട്ടുള്ളത് ആൻറ്റി സൈക്യാട്രി മൂവ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഫ്രാൻസിലുള്ള കൺകുല്ലത്തെ പോലെയുള്ള ഡോക്ടേഴ്സാണ് നോർമൽ ആൻഡ് പാത്തോളജിക്കൽ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി, നോർമൽ എന്നുള്ള ഐഡിയ പെന്നി. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണെങ്കിൽ ഈ കുറ്റവാളികളെ നമ്മൾ പണ്ട് കണ്ടതുപോലെ കുറ്റവാളികളെ കാണുകയോ അല്ലെങ്കിൽ അവശരായതുകൊണ്ടുള്ള അല്ലതല്ല ഒരു വർക്കിൻ്റെ എത്തിക്കൽ ക്ലെയിം, അവർ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതല്ല. അതിപ്പോൾ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന കാരണം ദാരിദ്ര്യമല്ല ഒരു തൊഴിലാളി വർഗത്തെ വിപ്ലവ സംഘമാക്കുന്നത്. വാസ്തവത്തിൽ മുതലാളിത്തത്തിലാണ് ആദ്യമായി തൊഴിലാളികൾക്ക് ന്യായമായ വേതനം കിട്ടുന്നത്. ഈ ന്യായമായ വേതനത്തിൻ്റെ പുറത്താണ് ചൂഷണം നടക്കുന്നത്. അതുകൊണ്ട് ന്യായമാണ് ചൂഷണത്തിൻ്റെ പോയിന്റ്. അതുകൊണ്ടാണ് ഇതിനെതിരെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് ചോംസ്കിയും ഫൂക്കോയും തമ്മിലുള്ള ഒരു TV ഡിബേറ്റ് നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ ചോംസ്കി പറയുന്നുണ്ട് നമ്മളെല്ലാവരും അനീതിക്കെതിരെ ആൾക്കാർ വർക്കേഴ്സ് സമരം ചെയ്യണം. ഇപ്പോൾ ഫൂക്കോ പറയുന്നത് വർക്കേഴ്സ് സമരം ചെയ്യണം, പക്ഷേ അതിന് അനീതിയുമായി എന്താണ് ബന്ധം? കാരണം ആൾക്കാർ സമരം ചെയ്യുന്നത്, നമ്മൾ സാധാരണ സമരം ചെയ്യുന്നവരാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? അപ്പോൾ സമരം ചെയ്യുന്ന എല്ലാവരും നമ്മളെപ്പോലുള്ള പൊതുസമൂഹത്തിന് ഒരു ന്യായീകരണം നൽകണം. അത് ഞങ്ങൾക്ക് വളരെ ആവശ്യതയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സമ്മതിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം നല്ല ശമ്പളം കിട്ടുന്ന IT എക്സ്പേർട്സ് സമരം ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തോ ഒരു പോരായ്മയുണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്താൽ ഉടനെ ചോദിക്കും നിങ്ങൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്? സൂയിസൈഡ് എന്ന് പറയുന്നൊരു ചോയ്സാണെന്ന് നമ്മൾ അംഗീകരിക്കുകയില്ല. അത് ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ കാണും, ഇല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ കാണും. അതിലാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ ഇത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിനെ നമുക്ക് അങ്ങനെയും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇത് എപ്പോഴും നമ്മൾ ഡെമോക്രസി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നീതിയെ പറ്റിയുള്ള ചോദ്യമാണ്. നീതിയെ പറ്റിയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ
ആൾക്കാർ അനുഭവിക്കുന്ന അനീതിയെ പറ്റിയുള്ള ചോദ്യമാണ്. അനീതിയെ പറ്റിയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അവശതയെ പറ്റിയുള്ള ചോദ്യമാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഈ സമൂഹത്തെ പരിരക്ഷിക്കാനാണ് ഇങ്ങനത്തെ ഒരുപാട് കാര്യം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥ, ജനാധിപത്യ പാർലമെൻ്ററി വ്യവസ്ഥ, അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ്, ഇതിനെയൊക്കെ നമ്മളിതെല്ലാം നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാനുള്ള. ഇപ്പോൾ ഗാന്ധി നീതിന്യായ വ്യവസ്ഥയെ എതിർത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഗാന്ധി ജുഡീഷ്യറിക്ക് പൂർണ്ണമായി എതിരായിരുന്ന ഒരാളാണ്. കാരണം അന്ന് നമ്മൾ രജിസ്ട്രാർ പറഞ്ഞ പോലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് 2 പേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ മൂന്നാമതൊരാൾ വന്ന് ആ തർക്കം തീർക്കും. ഈ മൂന്നാമതൊരാൾ ഒരിക്കലും ഈ തർക്കം അവസാനിക്കാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് പുള്ളി പരിപൂർണമായും പുള്ളി ഇതിനെതിരായിരുന്നു. അതുപോലെ തന്നെയാണ് ഗാന്ധി വാക്സിനേഷന് പൂർണ്ണമായി എതിരായിരുന്നു. പുള്ളി സ്വയം വാക്സിനേറ്റും ചെയ്തില്ല, പുള്ളിയുടെ മക്കളെ വാക്സിനേറ്റ് ചെയ്യാൻ സമ്മതിച്ചുമില്ല. ഈ ഗാന്ധി ശിഷ്യന്മാരെല്ലാം ഗാന്ധിയുടെ പറയാൻ അളകുമെങ്കിൽ ഈ കോവിഡിൻ്റെ സമയത്ത് ആരും ആ കാര്യം മാത്രം പുറത്തു പറഞ്ഞില്ല. അപ്പോൾ ഗാന്ധി ജീവിച്ചിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞ് ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി. ഗാന്ധി അന്നുള്ള ശാസ്ത്ര അറിവുകളുടെ വെളിച്ചത്തിലാണ് ഗാന്ധി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. ഗാന്ധി അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇന്ന് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ഇന്ന് ഗാന്ധി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് ഗാന്ധിക്ക് ലഭിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധി ആ കാര്യങ്ങളിൽ നിന്നൊക്കെ, കാരണം ഗാന്ധി ഒരു സത്യാന്വേഷിയായിരുന്നു. ഒരു സത്യാന്വേഷിയായ മനുഷ്യൻ ഒരുപാട് ചേഞ്ച് ആവും. ഒരിക്കലും അയാൾ അവിടെ നിൽക്കില്ല. ഗാന്ധിയുടെ വാക്സിനേഷനെതിരെയുള്ള ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടോ? വാക്സിനേഷനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതല്ല, നമുക്ക് ഗാന്ധി നമ്മൾ ഒരാൾ വാക്സിനേഷനെ എതിർത്തു എന്ന് വെച്ചാൽ നമ്മുടെ വിചാരം അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാളുടെ അറിവിലുള്ള ശാസ്ത്രം പുരോഗമിച്ചിട്ടുള്ളതുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല. മറിച്ച് ബുദ്ധിയുള്ളവരും ശാസ്ത്രത്തിനൊപ്പം നിൽക്കുന്നവരും ചെയ്യണം. ബുദ്ധിയുള്ളതോ ബുദ്ധി ഇല്ലാത്തതോ അല്ല, അതും ചോയ്സാണ്. അല്ല, ഗാന്ധി ഇതൊന്നും ആയിരുന്നില്ല ഗാന്ധിയുടെ ആർഗ്യുമെന്റ്. ഗാന്ധിയുടെ ശാസ്ത്രമേ ആയിരുന്നില്ല ഗാന്ധിയുടെ പ്രശ്നം. ഗാന്ധിയുടെ വേറെ തരത്തിലുള്ള കൺസെപ്ച്വൽ പ്രശ്നം. അത് നമ്മൾ ഗാന്ധിയെ വായിച്ചിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ വാക്സിനേഷൻ എതിരെയുള്ളതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളെയൊക്കെ ആൾക്കാർ നോക്കിക്കാണാൻ വേറെ അതാണ് നമ്മൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ കാണുന്ന പാർലമെൻ്ററി ഡെമോക്രസി, വൈദ്യശാസ്ത്രം, നീതിന്യായ വ്യവസ്ഥ, ഇതൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുമ്പോൾ അതില്ല എന്ന് പറയുകയല്ല. പക്ഷെ അങ്ങനെയല്ലാതെ അതിനെ കാണുന്ന ഒരുപാട് പെർസ്പെക്റ്റീവുകളുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതല്ലേ? അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും അജ്ഞാനമാണ്, ശാസ്ത്രബോധം ഇല്ലായ്മയാണ് എന്നൊക്കെ, അത് വേറെ ചർച്ചയാണ്. ഞാൻ പറഞ്ഞു ഇതിനെ നമ്മൾ തുറക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഇത്തരം ചില നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രീസപ്പോസിഷൻസിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റണം. അതെ. അപ്പോൾ കുറ്റവാളികളെ പറ്റി പറഞ്ഞത് ഇതാണ് പ്രശ്നം. കാരണം ഈ പെട്ടെന്ന് ഈ വേതനത്തിൻ്റെ പ്രശ്നത്തെ സാമൂഹ്യ വിരുദ്ധതയുടെയും പ്രശ്നമാക്കി നമുക്കത് പെട്ടെന്ന് മാറ്റാൻ പറ്റി കേരളത്തിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വാസ്തവത്തിൽ ഈ കെയർ വർക്കിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. ഇതുപോലെ ഈ വർക്കിനെ പറ്റിയുള്ള വളരെ ഡിസ്റ്റർബിങ് ആയ ഒരു കമൻറ്റ് ചെയ്യാൻ കേട്ടത്, ഇതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികളെ പറ്റി ഉണ്ടായ ഒരു ഡിബേറ്റിൽ, അതായത് കെയറയിൽ ഇവിടെ ഉണ്ടായ സമയത്ത്, ഞാൻ ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഗോസിപ്പുകളാണ്. ഒരാൾ, അതായത് കേരളത്തിൽ ഈ കെയറയിലുണ്ടാകുന്ന സമയത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിനെ എതിർത്തിരുന്നു. അപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞ ഒരു കാരണം, ഇതുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വൻതോതിൽ വരും. ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ കലുഷിതമാക്കും. ആലോചിച്ചു, നമുക്ക് വർക്കേഴ്സ് ഏറ്റവും കൂടുതൽ ലേബർ യൂണിയൻ ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മളിങ്ങനെ അതിഥി തൊഴിലാളി വന്ന്. അപ്പോൾ ഇത് നമ്മുടെ വർക്കേഴ്സിനെ പറ്റിയൊക്കെയുള്ള നമ്മുടെ ഒരു ഇതാണ് പ്രജുഡീസ്. അപ്പോൾ എനിക്ക് ഈ കാരണം ഇത് ആശാ വർക്കേഴ്സിനെ പറ്റി എൻ്റെ തന്നെ നമ്മുടെ ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് എൻകൗണ്ടർ എന്ന് പറയുന്നത്, ഈ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ കേരളത്തിൽ വന്ന് എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ നാട്ടിലെ വീട്ടിൽ താമസിച്ച് ഓൺലൈനിൽ പഠിപ്പിക്കുകയാണ്.
അപ്പോൾ നമുക്കറിയാവുന്ന തന്നെയാണ് കാർഷകർക്ക് നമ്മൾ ചേച്ചി എന്ന് വിളിക്കുന്ന 2 പേര് വന്ന് എൻ്റെ അടുത്ത് ഡേറ്റ ചോദിച്ചു, ഇവിടെ ആരൊക്കെയുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡേറ്റ ഞാൻ തരാം, പക്ഷേ ഈ ഡേറ്റ നിങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അവർ പറഞ്ഞു അവർക്ക് അറിഞ്ഞുകൂടാ ഡേറ്റ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആർക്കാണ് കൊടുക്കുന്നതെന്നൊന്നും, പക്ഷേ ഡേറ്റ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഡേറ്റ ലിങ്ക് എനിക്ക് തരണം. ഇത് ഞാൻ എയിംസിലെ ഡോക്ടർമാരോടും നമ്മൾ ആവശ്യപ്പെട്ടാണ്. അതായത് എന്നെപ്പറ്റി കളക്ട് ചെയ്യുന്ന എല്ലാ ഡേറ്റയുടെ ലിങ്ക് എനിക്ക് തരണം. അവർ വാസ്തവത്തിൽ അവർക്ക് ക്ഷമ കേട്ട് അവർ പറഞ്ഞു, സാറേ ഇത് ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന, സാറ് ഇത് തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഞാൻ വേഗം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ആശാ വർക്കേഴ്സിന് ഡേറ്റ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ? അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇവർ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. കോവിഡ് സാധനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തല്ലാതെ നമ്മൾ ആശാ വർക്കേഴ്സ്. പക്ഷേ എത്ര പെട്ടെന്നാണ് 2 വളരെ ഗുഡ് ഇൻറ്റൻഷനോട് വന്ന 2 സ്ത്രീകൾക്ക് പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായിരുന്നു അതിനകത്ത് ഏറ്റവും ഫ്രൈറ്റനിങ് ആയിട്ടുള്ള സാധനം. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി ഈ ഡേറ്റ, ആ കോവിഡ് സമയത്ത് കളക്ട് ചെയ്ത ഡേറ്റകളെല്ലാം നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ആൾക്കാരുടെ പിടികൂടെ ബ്ലാക്ക് നെറ്റിൽ വിൽക്കപ്പെട്ടു, ഇന്ത്യയിലെ മൊത്തം ഡേറ്റ. അപ്പോൾ നമ്മൾ ഇന്ന് ഡെമോക്രറ്റൈസേഷൻ ഓഫ് കെയർ വർക്കിനകത്ത് നമ്മൾ പറയും ഇത് വെറും ഇവർക്ക് ശമ്പളം കിട്ടുന്നു, അതൊക്കെ വളരെ പ്രധാനമാണ്, അവർക്ക് സാമൂഹിക നീതി, തൊഴിലിൻ്റെ മാന്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇന്ന് ഈ കെയർ എന്ന് പറയുന്നത് മാർക്കറ്റും ടെക്നോളജിയും കൂടെ ഉള്ള ഒരു നെറ്റ്വർക്കിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഡെമോക്രസിയെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇത് കെയർ എന്ന് പറയുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ മാലിന്യം നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നാമത് നമ്മൾ കെയർ എന്ന് പറയുന്നത് എന്താണ്? വെൻ ഡു യു സേ ദാറ്റ് സംതിങ് ഈസ് കെയർ ആൻഡ് അതിനെ വർക്കായിട്ട് കാണാൻ നമുക്കുള്ള എന്താണ് ബുദ്ധിമുട്ട്? ഇത് നമ്മളിതിന് മുമ്പും എടുത്തിട്ടുള്ള, കാരണം സെക്സ് വർക്ക് എന്നുള്ള ഇത് ഉപയോഗിച്ച സമയത്ത് ഒരുപാട് ഡിബേറ്റ് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് സെക്സിനെ വർക്കാക്കാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ കെയറിനെ വർക്കാക്കുക, ഇപ്പം ഹോം കെയർ എന്ന് പറയുന്നതിനെ വർക്കാക്കുക എന്നുള്ളത് വലിയ ചരിത്രപരമായി നടന്ന വലിയൊരു പ്രശ്നമാണ്. അതിനെ എന്തുകൊണ്ടാണ് നമ്മൾ ചില സാധനങ്ങളെ വർക്കാക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്? അത് വർക്കാക്കുക എന്നുള്ളതിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ടീച്ചിങ്ങിനെ പറ്റിയാണ്. പക്ഷെ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് UGC സ്കെയിൽ കിട്ടിയോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പക്ഷേ വാസ്തവത്തിൽ അത് ചോദിക്കേണ്ടിയിരുന്ന അതാണ്. പക്ഷേ ഒരുപാട് ആക്ടിവിറ്റിയെ പറ്റി ഒരേ സമയം നമുക്ക് ഇന്ന് നമ്മുടെ ഒരു സിവിലൈസേഷൻ്റെ നീതി ഉറപ്പാക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയുടെയും മാന്യത അംഗീകരിക്കുക, അവർക്ക് അർഹമായ വേതനം കൊടുക്കുക. പക്ഷെ പല സാധനങ്ങൾ ഇത് വരുമ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്, ഇത് വർക്കാണോ എന്നുള്ളത്. ഇപ്പോൾ ആശാ വർക്കേഴ്സിനെ തന്നെ നമ്മൾ ഇത് പ്രത്യേകിച്ച് ഇത് ഈ ചില സാധനങ്ങൾ വാക്കുകൾ സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാൻ നമ്മൾ സംശയിക്കണം. ഇപ്പോൾ കാരണം മെഡിസിൻ പറയും, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയും. ലോകത്ത് ഏത് ശാസ്ത്രമാണ് എവിഡൻസ് ബേസ്ഡ് അല്ലാത്തത്? പക്ഷേ ആരും എവിഡൻസ് ബേസ്ഡ് ഫിസിക്സ് എന്നൊന്നും പറയത്തില്ല. ഡോക്ടർമാർ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ നമ്മൾ സംശയിക്കണം, എവിടെയോ എന്തോ പ്രശ്നമുണ്ട്, അതാണ് ഈ എവിഡൻസ് എന്ന് വീണ്ടും പറയും. ഇതുപോലെ തന്നെയാണ് കെയർ വർക്കേഴ്സ്. എന്തുകൊണ്ടാണ് അവരുടെ വാസ്തവത്തെ ഡെഫിനിഷൻ ഇതൊരു വോളണ്ടറി സർവീസാണ്. പക്ഷേ അത് കെയർ വർക്കെന്ന് നമ്മൾ എടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഉറപ്പില്ലായ്മയുണ്ട് ഇതിനകത്ത്. എവിടെയോ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഈ കെയറിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അതിനെ വർക്കാക്കുന്നതിൽ അത് നമുക്ക് പൊളിറ്റിക്കൽ സ്പേസിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരുടെയും നമ്മൾ നേരത്തെ രജിസ്റ്റർ എല്ലാവരെയും അവരുടെ വർക്കിനെ, അവരുടെ ആക്ടിവിറ്റിയെ വർക്കാക്കണം. ആ വർക്കാക്കി കഴിഞ്ഞാൽ അതിന് ന്യായവേതനം എന്നുള്ള എല്ലാവരും ചെയ്യുന്നൊരു ചോദ്യമാണ്. പക്ഷേ ആ ഒരു കോൺട്രവേഴ്സി കഴിയുമ്പോഴാണ് നമ്മൾ ഈ വർക്ക് ആകാതിരിക്കുന്നതിൽ ഇത്ര വലിയ കാര്യമാണ്. അതോ നമ്മൾ വെറും മിസ്റ്റിഫൈ ചെയ്യണോ ചില കാര്യങ്ങൾ? ഇപ്പോൾ ചൈൽഡ് കെയറിനെ വർക്കാക്കുക എന്ന് പറയുന്നത് സ്ത്രീകളോട് ചെയ്യുന്ന വലിയൊരു വിമർശനമാണോ? അങ്ങനെ കണ്ടിരുന്നു ഒരു സമയത്ത്. പക്ഷേ വർക്കാക്കി കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത്, ഒന്ന് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ വരും, രണ്ട് അതിൽ മാർക്കറ്റ് വരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ഈ വർക്ക് ആക്കാതിരിക്കുക എന്നുള്ളതെന്ന ഫണ്ടമെൻ്റലായൊരു കൺഫ്യൂഷൻ. നിങ്ങൾ ഈ അന്ന ആരൻഡിൻ്റെ വർക്ക് സിമിലർ ആയിട്ടുള്ളത്. അപ്പോൾ അന്ന ആരൻഡ് ചെയ്യുന്ന ഒരു വലിയ ഡിസ്റ്റിങ്ഷനുണ്ട്. അത് 3 തരത്തിലുള്ള ആക്ഷൻസാണുള്ളത്. ഒന്ന് ലേബർ, അധ്വാനം.
2 വർക്ക് തൊഴിൽ, 3 ആക്ഷൻ, നമുക്ക് വേണമെങ്കിൽ പ്രവൃത്തി എന്നോ കർമ്മം എന്നൊക്കെ പറയാം. അപ്പോൾ അധ്വാനം എന്ന് പറയുന്ന, ലേബർ എന്ന് പറയുന്നത് നമ്മൾ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടികളെ ഉണ്ടാക്കുന്നു. ഇതൊന്നും വാസ്തവത്തിൽ ഒരു തൊഴിലല്ല. കാരണം ഇത് വാസ്തവത്തിൽ ഇമ്മീഡിയറ്റ് ജീവിതം. കാരണം അഗ്രികൾച്ചർ എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ വർക്കിലേക്ക് പോകും. പക്ഷേ നമ്മൾ പെട്ടെന്നൊരു ഒരാൾ വിശക്കുന്നു, അയാളൊരു മരത്തെ കയറി എന്തെങ്കിലും പറിച്ചു തിന്നുന്നു, അല്ലെങ്കിൽ അത് ചൂടാക്കി കഴിക്കുന്നു. അതൊന്നും തൊഴിലല്ല, അത് അധ്വാനമാണ്. കാരണം അതിൻ്റെ ആക്ടിവിറ്റി, ആ പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് ശേഷം അതിന് ആയുസില്ല. നമ്മളൊരു വിശക്കുന്ന ഉടനെ പോയി എന്തെങ്കിലും കായികനികൾ പഠിച്ച് കുറച്ച് കഴിക്കുന്നു, അതോടുകൂടി അത് തീരുന്നു. അതിനുശേഷം അതിനകത്ത് ഒന്നും ഉണ്ടാകുന്നില്ല. ബേസിക്കലി അതിൻ്റെ ഒരു സോഷ്യൽ റീപ്രൊഡക്ഷനാണ് അതിന് നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിനെ വീണ്ടും വീണ്ടും സോഷ്യൽ, നമ്മുടെ ലൈഫിനെ പുനരുൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് നമ്മളൊന്നും പ്ലാൻ ചെയ്യാനില്ല, മറിച്ച് അതിനകത്തുണ്ടാകുന്ന അതിനൊരു ആ ആക്ടിവിറ്റി കഴിയുന്നതോടുകൂടി നിലനിൽക്കുന്ന ഒന്നും അതിനകത്ത് ഉണ്ടായി വരുന്നില്ല. മറിച്ച് തൊഴിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തവത്തിലൊരു ഈ ജീവസന്ധാരണത്തിന് അപ്പുറത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭരിച്ചു വയ്ക്കും. അപ്പോൾ അതിനെപ്പോഴും ആ ആക്ടിവിറ്റി കഴിഞ്ഞ് നിലനിൽക്കുന്ന ഒരു സാധനം അതിലുണ്ടാവും. അപ്പോൾ അതാണ് വാസ്തവത്തിൽ തൊഴിൽ എന്ന് പറയുന്ന ഇത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിലും അധ്വാനത്തിലും തൊഴിലിലും പെടാത്ത ഒന്നാണ് വാസ്തവത്തിൽ ആക്ഷൻ എന്ന് പറയുന്നത്. അവരെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. കാരണം എപ്പോഴും ഈ തൊഴിലെന്ന് പറയുന്നത് ഒരു മീൻസ് ആൻഡ് സാധനം. അതായത് നമുക്കൊരു സാധനം വേണം, അതിന് പറ്റിയ ഏറ്റവും ബെറ്റർ സാധനം നമ്മൾ ഏതാണ്, ബെറ്റർ മീൻസ്, അതാണ് അതിനകത്തെ എഫിഷ്യൻസിയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇത്. എന്നാൽ ഇങ്ങനെയല്ലാതെ കാര്യങ്ങൾ മീൻസ് ആൻഡ് ആയിട്ടല്ലാതെ ചില കാര്യങ്ങൾ നമ്മുടെ തന്നെ നമ്മുടെ ആദർശം അതുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്, ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ വാസ്തവത്തിൽ ഒരു മെഷീൻ ഉപയോഗിച്ച്, ഒരു തയ്യൽ മെഷീൻ വെച്ച് തയ്ക്കുന്ന പോലത്തെ ഒരു ആക്ടിവിറ്റി അല്ല ആൾക്കാർ തുടർന്നൊരു സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവനൊരു ഫാമിലി ഉണ്ടാക്കുന്നത് പോലും അങ്ങനത്തെ ഒരു സാധനമല്ല. അതൊരു അത് ഒരിക്കലും നശിക്കാത്ത ചില സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഉത്തരവില്ല, എങ്കിലും നമുക്കതിനകത്ത് ഏർപ്പെടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊരു ഡിസ്റ്റിങ്ഷൻ വെച്ചിട്ടാണ് അവർ പറയുന്നത് ചില ആക്ടിവിറ്റീസ്. ഇപ്പോൾ ചൈൽഡ് കെയർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അധ്വാനമാണ്, അത് ജീവൻ്റെ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ചൈൽഡ് കെയറിനെ നമ്മളൊരിക്കലും ലേബറായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രൈവറ്റ് സ്ഫിയറിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ഈ തൊഴിലായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ സെക്സ് വർക്കിനെ പറ്റിയുള്ള ഒന്നൊരു മോറൽ സാധനമാണ്. ഇത് മോറൽ സാധനമാണ്, സമൂഹത്തെ നശിപ്പിക്കും എന്നൊക്കെയുള്ളത്. പക്ഷെ അതൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ ഇവിടെ ഇന്ത്യൻ ട്രഡീഷണൽ വൈശിക തന്ത്രം എന്ന് പറഞ്ഞൊരു വലിയ സാൻസ്ക്രിറ്റ് ടീച്ചേഴ്സ് തന്നെയുണ്ട്. എങ്ങനെയാണ് സ്വന്തം മക്കളെ വേശ്യാവൃത്തിയിലേക്ക് വളർത്തിയെടുക്കേണ്ടത്, എന്താണ് അത്, അവർ ഡിസയറും തമ്മിലും അവരും പൈസയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം. അപ്പോൾ വളരെ റെസ്പെക്റ്റബിളായ ഒരു കാര്യമായിരുന്നു. പക്ഷെ നമുക്ക് മോഡേണിറ്റിയിൽ അങ്ങനെയല്ല. ഇത് ഒരു ഗതിയില്ലാത്ത ആൾക്കാരാണ് വേശ്യാവൃത്തിയിലേക്ക് തിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ അപ്പോൾ ഒന്നൊരു മോറൽ ഇതാണ്, അതായത് നമ്മുടെ ഫാമിലിയൊക്കെ ഇത് തകർക്കും. രണ്ടാമത്തത് ഇത് പ്രൈവറ്റ് സ്ഫിയറിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊരു സാധനത്തിൽ നിന്ന് നമുക്കൊരു തൊഴിലുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കെയറും ഇതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഡൊമൈനിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് വർക്കാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രധാന സാധനം നഷ്ടപ്പെടും. ഇതെല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ ക്രാഫ്റ്റിൽ നിന്ന് നമ്മളൊരു വർക്ക് ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും അന്നത്തെ വലിയ പരാതിയായിരുന്നു. കാരണം ക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ടാക്കുന്നയാളുടെ കൈ മാർക്കുണ്ടാവും, മറിച്ച് ഇത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആകുന്നതോടുകൂടി അതൊക്കെ പോകും. പക്ഷെ അത് ചരിത്രപരമായിട്ട് ആൾക്കാർ അതിനെ ഓവർകം ചെയ്തു. ഇന്നിപ്പം നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഫാബിൻ്റെ പോയി വാങ്ങിക്കും, ഒരു ട്രഡീഷണൽ ഒരു ഫീലുള്ള സാധനം. അതും ആ ട്രഡീഷണൽ ഫീൽ ഇന്ന് നമുക്ക് ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കാൻ
പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഈ സെക്സ് വർക്കിൻ്റെ കാര്യത്തിൽ പിന്നെ രണ്ടാമതൊരു കാര്യം ഇതൊരു പ്രൈവറ്റാണ്. വേറൊരു ആർഗ്യുമെൻ്റ് ഇത് ഇൻഹറൻ്റ്ലി എക്സ്പ്ലോയിറ്റേറ്റീവാണ് ഈ പ്രാക്ടീസ്. നമുക്ക് അതിനകത്ത് സെക്സ് വർക്കിനകത്ത് നമുക്ക് ഒരു നീതി എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അത് നീതി വേതനമൊക്കെ കൊടുത്താലും എസെൻഷ്യലി അതൊരു സ്ത്രീയെ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഒരു സബോർഡിനേറ്റാക്കി മാറ്റുന്ന അതൊരു തൊഴിലാളിയെ ഹയർ ചെയ്യുന്ന പോലെ അല്ല, വീട്ടിൽ നമ്മളൊരു ഹൗസ് മെയ്ഡിനെ ഹയർ ചെയ്യുന്ന പോലെയല്ല ഇതിനകത്തെ ഹയറിങ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺസ് നമുക്ക് ഈ കെയർ വർക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ ഇതിനെ? അപ്പോൾ ഈ കൺസേൺസ് ഉള്ളത് ഇതിനെ പുറത്ത് നിർത്താൻ വേണ്ടിയല്ല. ഈ കൺസേൺസ് ഏതെങ്കിലും തരത്തിൽ ഈ പ്രാക്ടീസിനെ പറ്റിയുള്ള ചില സാധനങ്ങൾ നമുക്ക് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സിൽ കൂടെ മാത്രമേ നമുക്കതിനെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കെയറിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ധാരണകളുണ്ടോ? വാട്ട് ഡിഫൈൻ സംതിങ് ആസ് കെയർ? എൻ്റെ ശാസ്ത്രം ഞാൻ പറയും. സൈക്കോളജിക്കൽ മനുഷ്യ മനസ്സിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം പറയാം. മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിനിൽ നമ്മൾ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണല്ലോ. അപ്പം ഒരു അമ്മയും കുഞ്ഞും, അതല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അല്ലെങ്കിൽ ഇപ്പം ഞാനും ബ്രഹ്മപുത്രൻ സാറും, രണ്ട് മനുഷ്യർ തമ്മിൽ വരുന്ന റിലേഷൻ, ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻസാണ് ഇതെല്ലാം. ഈ കെയർ എന്ന് പറഞ്ഞാലും കെയറും അതിൽ പെടുന്നൊരു സംഭവം തന്നെയാണ്. അപ്പം ഈ റിലേഷൻസിൽ നമ്മൾ ആദ്യം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണം. ആ അറ്റാച്ച്മെൻറ്റാണ് ബേസ്. ആ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറയാണെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് കെട്ടിപ്പൊക്കുന്ന ചുമര് പോലെയാണ് ഈ പറയുന്ന കെയർ സിസ്റ്റം, പരിചരണ വ്യവസ്ഥ. സാധാരണഗതിയിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, രണ്ട് മനുഷ്യർ തമ്മിൽ ഈ അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഒരു കെയർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 4 തരത്തിൽ നമ്മൾക്ക് അതിനെ രണ്ട് മനുഷ്യർ തമ്മിലുണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റ്, ഇപ്പം ഒരു അമ്മയും കുഞ്ഞും ആണെങ്കിൽ ആ അമ്മയും കുഞ്ഞും തമ്മിലുണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റിനെ നമ്മൾക്ക് 4 തരത്തിൽ തിരിക്കാം. ഒന്നുകിൽ അതൊരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അതായത് കുഞ്ഞ് കരയുമ്പോൾ അമ്മ കൃത്യമായിട്ട് ആ കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിൻ്റെ നീഡ്സ് അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു വരുമ്പം സ്വാഭാവികമായിട്ടും കുഞ്ഞിന് ഒരു സുരക്ഷിതത്വ ബോധം അതിലുണ്ടാവും. അങ്ങനെ സുരക്ഷിതത്വ ബോധമുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഏതൊരു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു കുഞ്ഞിൻ്റെ. എല്ലാം ആക്ച്വലി പാരൻ്റൽ ബ്രെയിൻ, ഒരു പാരൻറ്റിങ്ങിൽ നിന്നാണ് ആക്ച്വലി എല്ലാത്തിൻ്റെയും തുടക്കം, എല്ലാ തരത്തിലുള്ള സംഭവങ്ങളുടെയും. അതല്ല എന്നുണ്ടെങ്കിൽ സെക്യൂർ അല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. അത് ആങ്ഷ്യസ് ആയിരിക്കും, ഹൈപ്പർ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടാവും. ചിലർ നെഗ്ലക്റ്റ് ചെയ്യും കുഞ്ഞുങ്ങളെ, നെഗ്ലക്റ്റ്ഫുള്ളായിട്ട്. ഇപ്പം ഒരു കുഞ്ഞല്ല, ഇപ്പോൾ വയസ്സായ ഒരാളാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിലും യു ക്യാൻ സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അയാളുമായിട്ടുണ്ടാവാം, ആങ്ഷ്യസ് ആയിട്ടുള്ളത് ഉണ്ടാവാം, അതുപോലെ തന്നെ നെഗ്ലക്റ്റും വരാം. ഇനി ഇതൊന്നും അല്ലാതെ ചിലർ വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 4 രീതിയിൽ പോകും. ഈ 4 രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് അനുസരിച്ച് തന്നെയാണ് കെയർ സിസ്റ്റവും വരുന്നത്. സെക്യൂർ ആയിട്ടുള്ള ഒരു കെയർ അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ മാത്രമേ കൃത്യമായ ഒരു പരിചരണ വ്യവസ്ഥ വരുള്ളൂ. ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓവർ കെയറിങ്ങും നിർബന്ധിത കെയറിങ്ങും അങ്ങനെയൊക്കെ വരും. ഒരു ഒഴിഞ്ഞുമാറൽ, അവോയ്ഡൻ്റ് ആയിട്ടുള്ളത് വരികയാണെങ്കിൽ അതെൻ്റെ ശ്രദ്ധിക്കാതെ പോകും, മനസ്സിലായി, വേണ്ട രീതിയിലുള്ള കെയർ കൊടുക്കത്തില്ല. അപ്പം കെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ ഈ കാര്യത്തിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും കെയർ ചെയ്താൽ മതിയോ, ആരെങ്കിലും നമ്മൾ ചെയ്യുമ്പം ശരിയായ രീതിയിൽ ഒരു മനുഷ്യനുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരാളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാനും സാധിക്കില്ല. നമ്മൾ എത്ര പൈസ കൊടുത്താലും എത്ര പൈസ കൊടുത്തില്ലെങ്കിലും ഹി കനോട്ട് ഡു ദാറ്റ്. അതുപോലെ ഒരാളോട് ഇപ്പം ഒരു പാലസ്തീൻ അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ, 2 പേരും ഉള്ള 2 മനുഷ്യർ, അവർ തമ്മിൽ അല്ലെങ്കിൽ തന്നെ അവർക്കൊരു ഭയങ്കരമായ ഒരു പാലസ്തീൻ സപ്പോർട്ടറും ഒരു ഇസ്രായേലും ആണെന്നിരിക്കട്ടെ. ഇസ്രായേൽ സപ്പോർട്ടറായിട്ടുള്ള ഒരാളിനെ കെയർ ചെയ്യാനായിട്ട് നമ്മളൊരു പാലസ്തീൻ സപ്പോർട്ടറായിട്ടുള്ള ഒരാളെ വെച്ചു എന്നിരിക്കട്ടെ. മേ ബി ഞാനൊരു സാധാരണ കേസാണ് പറയുന്നത്, ഒരു അബ്നോർമലായിട്ടുള്ള അസാധാരണമായിട്ടുള്ള. ഈ പാലസ്തീൻ സപ്പോർട്ടറായിട്ടുള്ള ആളിന് ഒരിക്കലും
മറ്റേ ആളിനോട് അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴും ഈ കെയർ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റേ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മൾക്ക് അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമുള്ളൂ. നമുക്കൊരു തരത്തിലും അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും മറ്റൊരാളിൽ കാണുമ്പം നമ്മൾക്ക് വേണ്ട രീതിയിൽ അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റാത്തൊരിടത്ത് ശരിയായ കെയർ സിസ്റ്റം ഉണ്ടാക്കാനും സാധ്യമല്ല. അപ്പം നമ്മൾ ആക്ച്വലി ഈ കെയർ സിസ്റ്റത്തിലേക്ക് ഒരാളെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് യോജിച്ച ആളാണോ എന്നുള്ളത് അസസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇയാൾക്ക് അതിനനുസരിച്ചുള്ള അയാളുടെ അനുകമ്പ കമ്പാഷനേറ്റ് ഇത് കൂട്ടുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയോ ചെയ്താൽ മാത്രമേ കെയർ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. അപ്പം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പം വിഭിന്നതകളുള്ള കുഞ്ഞുങ്ങളായിരിക്കാം. ആ കുഞ്ഞുങ്ങളോട് എല്ലാ കുഞ്ഞുങ്ങളെയും പാരൻസിന് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമെന്നല്ലാതെ ടു ബി ഫ്രാങ്ക് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് ഒന്നുകിൽ അയാളിൽ നിങ്ങളുടേതായ എന്തെങ്കിലും കണ്ടെത്തണം. ഇപ്പം ഞാൻ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്കിഷ്ടമുള്ളതോ എന്നിലുള്ളതോ ആയിട്ടുള്ള ഒന്ന് അയാളിൽ ഞാൻ കണ്ടെത്തണം. അതല്ലെങ്കിൽ എന്നെ പൂരിപ്പിക്കുന്നത് ഞാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് മറ്റേയാളിൽ കണ്ടെത്തണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മനുഷ്യർ തമ്മിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് ഉടലെടുക്കുന്നത്. എല്ലാവരുടെ കാര്യത്തിലും അല്ല, ഭൂരിഭാഗത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. എല്ലാവരിലും അങ്ങനെ അല്ലാത്ത മനുഷ്യരൊക്കെ ഉണ്ട്. ഒരുപാട് ഹൃദയവിശാലതയുള്ള ഒരുപാട് അനുകമ്പയുള്ള മനുഷ്യരുണ്ട്. സാധാരണ മനുഷ്യരുടെ ഒരു ആവറേജ് മനുഷ്യൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ എൻ്റേതാണ് എന്നുള്ള ജനിതക ഘടകമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കുണ്ടാവും സ്നേഹം വരാം. ചിലപ്പം അവരിഷ്ടപ്പെടാത്ത ഒരു ഇതാണ് അതിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടക്കേടും വരാം. നമുക്കതിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അതൊക്കെ യാന്ത്രികമായി സംഭവിക്കുന്നതാണ്. അപ്പം അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടമില്ലാത്തത് ആ ഒരു കിടക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. പക്ഷെ അപ്പോഴും കെയർ സിസ്റ്റം പ്രശ്നം വരാം. അപ്പം എല്ലാം ആക്ച്വലി സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് മാത്രമേ സെക്യൂർ ആയിട്ടുള്ള ഒരു കെയർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അത് എല്ലാം പൈസ കൊണ്ട് എല്ലാം വാങ്ങിക്കാൻ പറ്റത്തില്ല. പൈസ കൊണ്ട് എല്ലാത്തിനെയും അളക്കാനും പറ്റില്ല. പക്ഷേ ഒരാൾ ചെയ്യുന്ന ജോലിക്ക് ഒരാളുടെ ജീവിതത്തിൻ്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മറ്റൊരാൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിൻ്റെ വില അവർക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയാം. കെയറിനെ പറ്റിയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സൈക്കോളജി ആണോ എന്നുള്ളതൊന്നും നോക്കാം. പക്ഷേ നിങ്ങളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? ഞാൻ മനസ്സിലാക്കിയത്തോളം കെയർ എന്ന് പറയുന്നതിൽ ഒരു പ്രധാന അറ്റാച്ച്മെൻ്റാണ്. അറ്റാച്ച്മെൻറ്റിനകത്ത് സ്നേഹത്തിൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കെയറിനെ പറ്റി ചിന്തിക്കേണ്ടത്. കെയർ മീൻസ് അറ്റാച്ച്മെൻറ്റ് ആസ് ലവ്. നമ്മളിങ്ങനെയാണോ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്? അല്ല നിങ്ങൾക്ക് വേറെ പെർസ്പെക്റ്റീവ്സ് ഉണ്ടോ കെയറിനെ പറ്റി? അപ്പോൾ അവിടെ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ എലമെൻറ്റ് വരണമെന്നറിയില്ല. ഇമോഷണൽ കെയർ അതായിരിക്കും ഒരു പക്ഷേ ഇപ്പം മാം പറഞ്ഞത് ഒരു ഇമോഷണൽ കെയറിൻ്റെ കാര്യമായിരിക്കും. പക്ഷെ വളരെ മെറ്റീരിയലായിട്ടുള്ള കെയറുകളും ഉണ്ട്. അത് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇമോഷണൽ കെയറിൻ്റെ അത്രയും തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എയ്ഡ് പോലെയോ അങ്ങനത്തെ ചില കെയറുകൾ ഉണ്ട്. അവിടെ അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ വേറെ ഇമോഷണൽ സാധനങ്ങൾ ഇല്ലാതിരിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ നന്നായിട്ട് വരുന്നത് എന്നും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെയറിനെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒന്നായിട്ടും കാണാം. അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. വേറെ എന്തെങ്കിലും പോസിബിലിറ്റീസ്? കെയറിൽ വാല്യൂ ബേസ്ഡ് ആയിട്ടും ഉണ്ടാവും തോന്നുന്നു. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് കെയറോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് കെയറോ കൊടുക്കുമ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടും പക്ഷേ ഡിറ്റാച്ച്ഡ് ആയിട്ടും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഉള്ളിലെ വാല്യൂവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കെയർ കൊടുക്കാമെന്ന് തോന്നുന്നു. ലൈക്ക് ജസ്റ്റിസ്, ഇക്വാലിറ്റി എന്നൊക്കെയുള്ള വിശ്വസിക്കുന്ന കുറച്ച് വാല്യൂ അത് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പി ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയ ലേബർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ എപ്പോഴും പ്രിവിലേജ്, സോഷ്യൽ പ്രിവിലേജ് ഭയങ്കരമായി പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ലേബറിൽ ചെയ്യാൻ എപ്പോഴും ഇപ്പം നമ്മൾ പറയുന്ന പോലെ വീട്ടിലുള്ള ലേബറിന് എപ്പോഴും സ്ത്രീകളായിരിക്കും കൂടുതൽ ചെയ്യുക. അല്ലെങ്കിൽ അവരിപ്പോൾ കുടുംബശ്രീ ആയാലും ആശയായാലും ലോ പെയ്ഡ് ആയിട്ടുള്ള എവിടെ ഈവൻ വർക്കാണെങ്കിൽ പോലും
അത് ലോ പെയ്ഡായി വരുമ്പോൾ എപ്പോഴും ആ ജെൻഡർ അല്ലെങ്കിൽ മേ ബി കാസ്റ്റ് അങ്ങനത്തെ സോഷ്യൽ പ്രിവിലേജുകൾ ഭയങ്കരമായി പ്ലേ ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനകത്ത് ഈ പ്രിവിലേജ് ഒരു വലിയ പ്രിവിലേജിനെ എൻകൗണ്ടർ ചെയ്യുന്നൊരു സാധനം കെയറിൽ ഉണ്ട്. അറ്റാച്ച്മെൻറ്റ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് അറ്റാച്ച്മെൻ്റ് എന്നുള്ള നില മാത്രമായിരിക്കത്തില്ല, ഇതിനൊരു പ്രിവിലേജിനെ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. വേറെ എന്തെങ്കിലും? എനിക്ക് തോന്നുന്നു ഈ കെയറിൻ്റെ കാര്യം വരുമ്പോൾ കുറച്ചും കൂടി വാല്യൂ ബേസ്ഡ് ആയിരിക്കും കെയർ എന്നുള്ള സാധനം. വാല്യൂ ബേസ്ഡ് ഒന്നുകൂടെ ഒന്ന് ചെയ്യാം. നമ്മളെ ഒന്ന് ഇപ്പം നമ്മൾ ഇമോട്ടീവ് അല്ലെങ്കിൽ നോൺ ഇമോട്ടീവ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ എന്താക്കുന്ന പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനെ ബൗണ്ടറി തിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ചും കൂടെ ഇപ്പോൾ വാല്യൂ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെറ്റ്സ് കെയർ ഇതാക്കുന്നത് ഇപ്പോൾ അവരുടെ ഇമോട്ടീവ് ആൻഡ് നോൺ ഇമോട്ടീവ് ആണെന്ന് നിർബന്ധമില്ല. അവരുടെ ഒരു എഴുതി വച്ചിരിക്കുന്ന സംഹിതകളിൽ ഇത് നിർബന്ധപരമായിട്ട് അപ്പോൾ ആ പെർട്ടിക്കുലർ വാല്യൂ എന്താണെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നിടത്താണ് എനിക്ക് തോന്നുന്നു കെയറിനെ നമുക്ക് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദ വേ ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കെയറിനെ കാണുന്നത് പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ കെയറിനെ കാണുന്നത്, അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ആശയങ്ങൾ. അപ്പോൾ ആ വാല്യൂസിനെ അഡ്രസ്സ് ചെയ്ത് അതിലൊരു കൃത്യമായൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നിടത്താണ് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുൾ ആവുമെന്നാണ്. ആ രീതിയിൽ ഞാൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഏതൊരു ആക്ഷനും വാല്യൂ വേണം. ഒരു വാല്യൂ ഇല്ലാത്തൊരു ആക്ഷൻ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും ചിലപ്പോൾ പെർട്ടിക്കുലർ വാല്യൂ ഏതാ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. പക്ഷേ ഓൾവേസ് ഉള്ള പല വാല്യൂസിൽ നിന്ന് നമ്മളൊരു വാല്യൂസിനെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മളെപ്പോഴും ഒരു ആക്ഷനെ ആ രീതിയിൽ തന്നെയാണ് കെയറിനെ അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. വാല്യൂസ് ആണ് ഈ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ അറ്റാച്ച്മെന്റിന് ഓവർ പവർ ചെയ്ത് നമ്മുടെ വാല്യൂസ് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. സോ കെയർ നൽകുന്ന ആളും അത് സ്വീകരിക്കുന്ന ആളും അതൊരു ഫാമിലി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവർ നിൽക്കുന്ന പൊസിഷൻ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിലിപ്പോൾ അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിലും ഡിറ്റാച്ച്ഡ് ആണെങ്കിലും ഒക്കെ ഒരാൾ നൽകേണ്ടതും മറ്റൊരാൾ സ്വീകരിക്കേണ്ട ഒരു ബാധ്യത അവിടെ ഓൾറെഡി ഉണ്ടാകും. അതൊക്കെ നല്ല ഈ കെയർ സിറ്റുവേഷനാണ് ഒരു ബാധ്യതയുടെ പ്രശ്നം. ഇത് മോറൽ ബാധ്യതയുടെ പ്രശ്നമല്ല. അതുമായിട്ട് എന്ത് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. മോറൽ ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറയണമെന്നുള്ള ഒരു ബാധ്യത, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മുറിയിൽ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവായിട്ട് സംസാരിക്കണം എന്നുള്ള ഒരു ബാധ്യത. ഇത് നമ്മളെല്ലാം ഒരു ബാധ്യതയുടെ പുറത്താണ് നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത നോംസിൻ്റെ. മറിച്ച് കെയർ സിസ്റ്റത്തിൽ അതിനു മുമ്പുള്ള ഒരു സെറ്റ് ഓഫ് ബാധ്യതകൾ നമ്മൾ ബുദ്ധിമുട്ടാക്കണം അല്ലേ. എന്നാൽ ആ സമയത്ത് നമ്മുടെ അറ്റാച്ച്മെൻറ്റോ ഇമോഷനോ ഒരു വാല്യൂ ബേസ്ഡ് എന്തോ ഒരു ഡിമാൻഡ്, സംതിങ് ഈസ് ഡിമാൻഡിങ് അറ്റ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത് കെയർ വാസ്തവത്തിൽ ഒരു ചോയ്സ് എക്കോണമി അല്ല. ഇത് പലപ്പോഴും അറ്റാച്ച്മെൻറ്റ് നമ്മൾക്കൊരു ചോയ്സ് അല്ല. നമ്മൾ ഇത് കല്യാണം പോലെ ഒരു പരിപാടിയല്ല. നമ്മൾ രണ്ടുപേര് കണ്ടു, നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, സോ ലെറ്റ്സ് ഹാവ് എ കെയറിങ് റിലേഷൻഷിപ്പ്. അങ്ങനെയല്ല. ഒരു കെയർ എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട്ലി ഡിമാൻഡിങ് ആയ ഒരു സിറ്റുവേഷനിലാണ് ഒരാൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ക്യാൻ വി ജസ്റ്റ് റൗണ്ട് അപ്പ് ദിസ് ദാറ്റ് എവരിബഡി ക്യാൻ സ്പീക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ വാസ്തവത്തിൽ രണ്ട് തരത്തിലുള്ള, കാരണം ചോയ്സും കെയറും രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് കെയറിൻ്റെ ഡെമോക്രറ്റൈസേഷൻ നമുക്കൊരു ചോയ്സ് ഡെമോക്രറ്റൈസേഷനായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. വാസ്തവത്തിൽ മാർക്കറ്റൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോയ്സിൻ്റെ മാറ്റർ ഓഫ് ഇതിൽ വരുന്നുണ്ട്. എന്നാലും അതിനകത്ത് കെയറിങ്ങിൻ്റെ മൊമെൻറ്റ് വരുന്നത് ചോയ്സ് അല്ലാത്ത നമുക്ക് കെയർ മൊഡാലിറ്റീസ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ മൊമെൻ്റ് ഓഫ് കെയർ എന്ന് പറയുന്ന ഒരു ചോയ്സ് മൊഡാലിറ്റി അല്ല. പിന്നെ ഇതൊരു വളരെ അൺഈക്വൽ സിറ്റുവേഷനാണ്. എല്ലാ കെയർ സിറ്റുവേഷനിലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അത് അൺഈക്വൽ റിലേഷൻഷിപ്പാണ്. പിന്നെ നമുക്ക് എന്ത് ആലോചിക്കാൻ പറ്റും? പിന്നെ വെച്ചാൽ കെയറിനകത്ത് ഏറ്റവും ഒരു ക്രൂവലായ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കെയർ റിലേഷൻഷിപ്പിനും ഒരു എക്സ്പയറി ഡേറ്റ് വേണം, അൺലൈക്ക് അതർ വൺസ്. ഇല്ലെങ്കിൽ ഇത് മാനിപ്പുലേറ്റീവ് റിലേഷൻഷിപ്പ് ആവും. പക്ഷേ എവിടെയാണ് അങ്ങനെയല്ല, നമ്മളൊരു കോൺട്രാക്റ്റ് അല്ല. ശരിക്കും ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അല്ല കെയറിങ് റിലേഷൻഷിപ്പ്.
സാധാരണ ബാക്കി നമ്മൾ ഡെമോക്രറ്റിയെ പറ്റി ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ജോലി എന്നൊക്കെ പറയുന്നത് ഒരു ആശാ വർക്കേഴ്സിനെ എടുക്കുമ്പോൾ അതിനകത്തൊരു കോൺട്രാക്റ്റ് ഉണ്ട്, ആ കോൺട്രാക്റ്റ് നമ്മൾ മീറ്റ് ചെയ്യണം. പക്ഷേ അതല്ലാത്ത എന്തോ ഒരു ഡിമാൻഡ് കെയറിങ് റിലേഷൻഷിപ്പിനകത്ത് ഉണ്ട്. അതായത് ആക്ടിവിറ്റിക്ക് പ്രയറായിട്ടുള്ള നോംസ് അല്ല, ആക്ടിവിറ്റിയിൽ എഗ്രി ചെയ്യപ്പെടുന്ന ഈ കോൺട്രാക്റ്റും അല്ലാത്ത വേറെ എന്തോ ഒരു സാധനമാണ് ഈ ബാധ്യത, അതിനാണ് നമ്മൾ ഫീൽ ചെയ്യുന്ന നെസസിറ്റി. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ കെയർ റിലേഷനെ പറ്റി അത് വലിയൊരിതാണ്, ആ കെയർ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ പറ്റുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ കെയറിങ്ങിന് വരുത്തി വന്നാൽ അത് ആജീവനാന്തം ഒരു കെയർ റിലേഷൻഷിപ്പ് അല്ല, ആ കുട്ടി ആ കെയർ റിലേഷൻഷിപ്പ് നിർത്തണം എന്നുള്ളതാണ് ആ കെയറിങ്ങിൻ്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിൾ തന്നെ. പിന്നെ എൻ്റെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡ്, ഇത് ആൾക്കാർ പറയും ഒരു സ്കൂളിൽ പോകാനിരിക്കുന്ന കുട്ടി അവൻ്റെ ഷൂലേസ് കെട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ ആ മൊമെൻ്റ് ഓഫ് കെയർ എന്ന് പറയുന്നത് അവിടെ പോയി അവനെ സഹായിക്കാതിരിക്കുക എന്നുള്ള. അവന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും ഷൂ ലേസ് കെട്ടാൻ പഠിക്കത്തില്ല. സോ യു ജസ്റ്റ് ഹാവ് ടു റിഫ്രെയിൻ ഫ്രം ആൻ ആക്ഷൻ അവിടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കോംപ്ലക്സിറ്റി ഉണ്ട്. സാർ ഇപ്പോൾ ഈ ഇത് വരുന്നത് വെച്ചാൽ ഇപ്പോൾ സാർ ഈ പറഞ്ഞതിലൊരു പ്രീസപ്പോസിഷൻ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഈസ് ക്യാപ്പബിൾ, അല്ലെങ്കിൽ ഇവൻച്വലി ഇയാൾ ക്യാപ്പബിൾ ആവും എന്നുള്ള ഒരു പ്രീസപ്പോസിഷനിൽ നിന്നുകൊണ്ടല്ലേ സംസാരിക്കുന്നത്? ഞാൻ അതിനേക്കാളും കണ്ടുവരുന്നത് റിലേഷൻ വിൽ ബി ടെർമിനേറ്റഡ്. പക്ഷെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത റിലേഷൻസ് ഉള്ള കെയറും ഉണ്ടാവില്ലേ? When I get into a care relationship, I have to assume that at some point this is going to end. Okay. But ഒരുപാട് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം when will it end. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. It's a non-contractual idea that this has an expiry date. അത് ഞാൻ പറയുന്നത് you don't have to buy it. We are trying to spread aloud, think aloud to find നമ്മൾ എങ്ങനെയാണ് കെയർ എന്ന് പറയുന്നൊരു സാധനത്തിനെ. അല്ല, ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ജന്മന ജീവിതകാലം ടെർമിനൽ പേഷ്യന്റിന് അവസാനം വരെ നമ്മളുണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഒരു ടെർമിനൽ പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പം പോലും നമ്മുടെ ഇതെന്ന് പറയുന്ന അയാളെ ഈ ഡിപ്പെൻഡൻസിയെ നമ്മൾ പ്രൊലോങ് ചെയ്യരുതെന്നുള്ളതാണ്. യു ഹാവ് ടു വാല്യൂ എവറി ടൈം വെൻ ദാറ്റ് പേഴ്സൺ ഈസ് ഫ്രീ ഫ്രം യുവർ ഡിപ്പെൻഡൻസി. അത് നമ്മൾ വാല്യൂ ചെയ്യേണ്ടി വരും. And maybe we can think about counter examples where that's not the case like this. There may be several situations where ഈ ഇത് എൻ്റെ എന്നുള്ളൊരു സാധനം നമുക്ക് ആലോചിക്കാനേ പറ്റാത്ത റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു കെയറിങ്ങിൻ്റെ ഫ്രീഡത്തെ പറ്റി ചിന്തിക്കുന്നത്? ഹൗ ഡു യു തിങ്ക് അബൌട്ട്? അപ്പോൾ ഇത് പിന്നെ ഈ ഇൻറ്റിമസിയെ പറ്റി പറഞ്ഞ കാര്യം വളരെ, കാരണം നമ്മൾ സെക്സ് വർക്കിനെ പറ്റി ആലോചിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു പ്രശ്നം. അതായത് സെക്സ് എന്ന് പറയുന്ന രണ്ടു പേര് തമ്മിൽ നടക്കുന്ന ഈ ഒരു ഇൻറ്റിമസി ആണ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ ഡൂ ദാറ്റ് ഓൺലി ഇഫ് യു ലവ് ദാറ്റ് പേഴ്സൺ. എനിത്തിങ് എൽസ് ഈസ് വെരി മർക്കൻറ്റൈസ്. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ ഫോർ യു ടു ഡു. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദിസ്. അപ്പം അതുകൊണ്ടാണ് സെക്സ് ഒരിക്കലും നമുക്ക് സെക്സ് വർക്ക് ക്യാൻ നെവർ ബി എ വർക്ക്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു. യു കാൺ തിങ്ക് അബൌട്ട് ഇറ്റ് ലൈക്ക് ദിസ്. കാരണം ഒരുപാട് ഇത് ടീച്ചിങ്ങിനെ പറ്റിയും പറയുന്നുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ദർ ഇസ് സംതിങ് അബൌട്ട് ദ ടീച്ചിങ് സിറ്റുവേഷൻ വെയർ യു ക്യാൻ നെവർ സേ ദാറ്റ് ഇറ്റ് ഈസ് വർക്ക്. അത് എന്നെ സംബന്ധിച്ചുള്ള ഈ മീ ടു കോൺട്രവേഴ്സിയാണ് അത് ശരിക്കും പുറത്തു കൊണ്ടുവന്നത്. The Me Too controversy says that you expect a work-like situation in the academy and then it goes haywire. Right? People are actually making, a lot of... So the idea is not that there is some area where the rules of the education institution cannot throw any light. നമുക്ക് അറിയാൻ പറ്റത്തില്ല ആ ഒരു ഇത്. അതാണത് കൊണ്ട് നമ്മളൊരു അക്സെപ്റ്റഡ് വയലേഷൻ ആണെങ്കിൽ നമുക്ക് ജുഡീഷ്യറി വെച്ച് പറയാൻ. പക്ഷേ ഒരുപാട് പെൺകുട്ടികൾ മുമ്പോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഡാർക്കായ ഒരു ഏരിയ ഉണ്ട് ഇതിനകത്ത്. അത് ഈ പ്രൊഫഷണലൈസേഷൻ ഓഫ് ടീച്ചിങ് ഹാസ് നോട്ട് മെയ്ഡ്. പിന്നെ നമ്മൾ ചെയ്ത് തന്നെ എന്ന് വെച്ചാൽ വിശാഖ കമ്മീഷനൊക്കെ കൂടെ ഈ വർക്ക് പ്ലേസ് സാധനം അവിടെ ഇമ്പോസ് ചെയ്യും. അത് നമുക്കല്ലാതെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതേ പറ്റുള്ളൂ. പക്ഷേ ഇഫ് യു റിയലി സീ അത് മീ ടു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ജുഡീഷ്യൽ സാധനത്തിൻ്റെ വയലേഷൻ മാത്രമായിരുന്നില്ല, മറിച്ച് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരും തിമറ്റൈസ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട്.
അതാണ് അങ്ങനെ. അപ്പോൾ അത് ഞാൻ അത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ സെക്സ് വർക്കിലും വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കെയറിനെ പറ്റിയുള്ള വർക്കിലും വലിയ ഇതാണ്. അപ്പോൾ ഈ കെയറിനെ പറ്റിയുള്ള ഒരു വർക്കിന് ഈ വേറൊരു സാധനം, ഇത് കെയറിനെ ഈ ഡെമോക്രാറ്റൈസ് ചെയ്യാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഈ ഇൻറ്റിമസിയോടൊപ്പം തന്നെ ഇതിൻ്റെ പേഴ്സണൽ നേച്ചറാണ്. നമ്മളിപ്പോഴും കെയർ എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. യു കനോട്ട് തിങ്ക് അബൌട്ട്, അതായിരുന്നു ഈ സെക്സ് വർക്കിനെതിരെയുള്ള പ്രശ്നം. ഇത് രണ്ട് പേര് തമ്മിലുള്ള രണ്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇതാണ്, അല്ലാതെ ഒരു ഫാക്ടറി പ്രൊഡക്ഷൻ പോലെയുള്ള ഒരു സാധനമല്ല കെയർ വർക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഡെമോക്രാറ്റിക് കെയർ വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന സാധനം ഹൗ ഡു വി തിങ്ക് അബൌട്ട് കെയറിനെ ഒരു പൊതു ഇടത്തിൽ സംഭവിക്കുന്ന ഒന്നായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വിധത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്, ഒന്നുമില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അതാണ് ഇതിനെ പുറത്തു കൊണ്ടിരുന്നത്. അതങ്ങനെ അല്ലാതെ ഇതിൻ്റെ ഒരു പബ്ലിക്നെസ്സിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പം ഈ ഓട്ടിസത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം ഇപ്പം ഓട്ടിസ്റ്റിക്കായ കുട്ടികളുടെ പേരൻസിൻ്റെ നെറ്റ്വർക്കിൽ ഉള്ള നോളേജ് ബേസ് ഈസ് മോർ ദാൻ ഡോക്ടേഴ്സ് ഡേറ്റാ ബേസ്. അപ്പോൾ അത് അവരൊരു ആ കെയറിനെ ഒരു പബ്ലിക് ആക്ടിവിറ്റി ആയിട്ട് എടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇൻറ്റിമസി ഒന്നുമല്ല, ആ ഇൻറ്റിമസിയൊക്കെ അവിടെയുണ്ട്, പക്ഷേ അതിനപ്പുറത്തുള്ള എന്തോ ഒരു നെറ്റ്വർക്കിങ്ങും ഡേറ്റ കളക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. സോ ദാറ്റ് ദേ ആർ ബിൽഡിങ് അപ്പ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആങ്സൈറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത ആൾക്കാരായിട്ടുള്ള പീറ്റർ തെയിലിനെ പോലെ ആൾക്കാർ ഡൊണാൾഡ് ട്രംപിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് അമേരിക്കൻ സയൻസിൻ്റെ പരാജയം കൊണ്ടാണെന്നാണ്. അതായത് അമേരിക്കയിലെ സയൻറ്റിഫിക് റിസർച്ച് ഈസ് നൗ ടോട്ടലി ഡെഡ്. കാരണം ഓട്ടിസവും ഡിമെൻഷ്യയ്ക്കും കഴിഞ്ഞ 40 വർഷമായി ഒരു പുരോഗതിയില്ല എന്നുള്ളതാണ്. വരുമെന്ന് ഈ സയൻസ് എന്ന് പറയുന്നത് എന്തുവാണ്, ഇത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരവില്ല. അപ്പോൾ അവർ കാണുന്നത് ഇപ്പോഴത്തെ സയൻറ്റിഫിക്, നമ്മൾ വിചാരിക്കുന്ന ഈ ട്രംപൊക്കെ ഭയങ്കര സൂപ്പർസ്റ്റീഷ്യത്താണ് സയൻസിന്, പക്ഷെ അവരതല്ല. അവർ പറയുന്നത് ഇപ്പോഴത്തെ സയൻസ് തീരെ ശരിയല്ല, മെഡിക്കൽ സയൻസ്. കാരണം അതുകൊണ്ടാണ് അത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ പുറകെ പോവുകയാണ്. അതുകൊണ്ടാണ് ശരിക്കും ഫിസിക്സ് എന്ന് പറഞ്ഞ സയൻസ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നത്തിലാണ് അത് കയറി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറിച്ച് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള സാധനത്തിൽ നിന്ന് മാറി മാറി നടക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് അവർ മെഡിക്കൽ സയൻസിന് എതിര്. അപ്പോൾ നടന്നത് ഒരു പുതിയ ഈ കെയറിൽ കൂടെ ഒരു വലിയ നോളേജ് ബേസ് ഇപ്പം ഓട്ടിസത്തിനോ ഡിമെൻഷ്യയ്ക്കോ ചുറ്റും ഉണ്ടായി വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് കാണുന്നത് മറ്റേ ഈ ഡയറ്റിംഗ് യൂട്യൂബിലൊക്കെ വരുന്ന ഡയറ്റിംഗ് റെക്കമെൻഡേഷനിൽ കൂടെയാണ് വലിയൊരു തരം. പക്ഷെ അതല്ലാതെ ആക്റ്റീവ് കെയർ മൊമെൻറ്റിൽ ഉള്ള ആൾക്കാരുടെ വലിയൊരു ഡേറ്റാബേസ്. നമ്മളിന്ന് ഡെമോക്രസിയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പബ്ലിക് നേച്ചർ. പിന്നെ ഇതിൻ്റെ യുണീക്നെസ് നമ്മൾ കഴിഞ്ഞ തവണ വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. സൈക്കോളജി എന്ന് വരുന്ന ഈ കെയറിൻ്റെ ഒരു യുണീക്നെസ്, ഈ കെയർ എത്തിക്സിലൊക്കെ പറയുന്നത് അത് ഈ സൈക്കോളജിസ്റ്റായിട്ടുള്ള കോൾബർഗിൻ്റെ വർക്ക്. കോൾബർഗ് ഈ അഡോളസൻ കുട്ടികളെ പഠിച്ചാൽ എങ്ങനെയാണ് അവരുടെ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾ ആദ്യം വളരെ മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അതായത് അവർക്കറിയാം അവർ കരഞ്ഞാൽ പാല് കിട്ടും, ചിരിച്ചാൽ ചില സാധനങ്ങൾ കിട്ടും. അപ്പോൾ അവർ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ. അത് റാൻഡം മാനിപ്പുലേഷൻ, അത് വലിയ സെൽഫൊന്നും അവിടെ സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല. മറിച്ച് നെക്സ്റ്റ് സ്റ്റേജിൽ ഇവർ മനസ്സിലാവും ഇതൊരു ഇൻഡിവിജ്വൽ മാനിപ്പുലേഷൻ അല്ല, ഈ വീട്ടിൽ ചില കൺവെൻഷൻസൊക്കെ വേണം. അച്ഛനെ മാനിപ്പുലേറ്റ് ചെയ്താൽ ചില സാധനങ്ങൾ കിട്ടും, അമ്മയെ മാനിപ്പുലേറ്റ് ചെയ്താൽ വേറെ സാധനം കിട്ടും. അപ്പോൾ അവരങ്ങനെ റോൾസിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റേജിൽ അവർക്ക് മനസ്സിലാവും അങ്ങനെയല്ല, ഇവിടെ ചില കൺവെൻഷൻസ് ഉണ്ട് ഈ വീട്ടിൽ. അതായത് മെൻ ആർ റെസ്പെക്റ്റഡ്, വിമൻ ഹാവ് സർട്ടൻ അതർ തിങ്സ്, ഹി ഹാസ് ടു ബി കൈൻഡ് ടു ഹിസ് സഹോദരങ്ങളോട് ഇൻറ്റിമേറ്റ് ഉണ്ട്, അവരുടെ വീട്ടിലുള്ളവരും അയൽവാസിയും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ അനുസരിച്ച് അത് വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് ഇതിന് മനസ്സിലാകുന്നത് ഇവിടെ ചില നിയമങ്ങളുണ്ടെന്നുള്ള കാര്യം. ഇത് വെറും നമ്മളുണ്ടാക്കിയ കൺവെൻഷൻസ് അല്ല, മറിച്ച് വീട്ടിൽ ആഹാരം കിട്ടുമ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് വീതിക്കണം. അതുപോലെ തന്നെ സംസാരിക്കുമ്പം ഒരാൾ പറയുന്നത് കഴിഞ്ഞിട്ടേ മറ്റേ ആൾ പറയാവുള്ളൂ. അങ്ങനെ ചില മോറൽ അത് യൂണിവേഴ്സലാണ്. അത് ആ വീട്ടിലെ നിയമമൊന്നുമല്ല. അതിന് മനസ്സിലാവും എല്ലാ ഹ്യൂമൻ ആക്ഷനും ഇങ്ങനെയല്ല,
അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചില നോംസ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇയാൾ ഇതിൽ കൂടെയാണ് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയുടെ ഇത് മനുഷ്യൻ്റെ മൊറാലിറ്റിയുടെ ഒരു പ്രോഗ്രസ്. അപ്പം പിന്നെ അത് സമൂഹങ്ങളും അങ്ങനെ തന്നെയാണെന്നുള്ളൊരു ആർഗ്യുമെൻ്റുണ്ട്. അതായത് ഈ ആദിവാസി സമൂഹങ്ങളൊക്കെ ഇങ്ങനത്തെ ചില മാനിപ്പുലേഷൻസിൽ കൂടിയും യൂറോപ്യൻ സൊസൈറ്റി ആകുമ്പോഴാണ് അബ്സ്ട്രാക്ട് റൂൾസ് ഓഫ് ഫെയർനെസ് എന്നൊക്കെ. അപ്പോൾ ഇത് പൊളിക്കുന്നത് മറ്റേ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള കരോൾ ഗില്ലിഗനാണ്. കരോൾ ഗില്ലിഗൻ പറഞ്ഞു ഇത് ഇയാളുടെ ഡേറ്റ സെറ്റ് നോക്കി ഇത് മൊത്തം യൂറോപ്യൻ മെയിൽ ചിൽഡ്രനാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ സ്ത്രീകളായിരുന്നെങ്കിൽ ഇവർ ഈ പ്രോഗ്രസ് ഇങ്ങനെ അബ്സ്ട്രാക്ട് മൊറാലിറ്റിയിലേക്കല്ല, മറിച്ച് കോൺക്രീറ്റ് ആക്ട്സ് ഓഫ് കെയറിലേക്കാണ്. അപ്പോൾ അവർ അന്ന് പറഞ്ഞത് ഈ ഒരു വലിയൊരു ഹെയ്ൻസ് ഡിലമ എന്ന് പറഞ്ഞൊരു കാരണം, അത് ഹെയ്ൻസ് എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ ഭാര്യ വളരെ സീരിയസ്ലി ഇല്ലാണ്. അപ്പോൾ അവർക്ക് മരുന്ന് വാങ്ങിക്കണം, പക്ഷേ മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് അവരുടെ അടുത്തില്ല. അപ്പോൾ അയാളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു ഡ്രഗ് സ്റ്റോർ കവർച്ച നടത്തി ഉണ്ടാക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയെ രക്ഷപ്പെടും, പക്ഷേ അയാളെ പോലീസ് പിടിക്കും. അപ്പോൾ ഇതൊരു പ്രശ്നമാക്കി ആണുങ്ങളുടെ ഒരു ക്ലാസ് റൂമിൽ അവതരിപ്പിച്ചാൽ ആണുങ്ങളുടെ ചർച്ച മുഴുവൻ ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അതായത് ഇയാൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ജയിലിൽ പോയില്ലേ, ഭാര്യ മരിക്കുക, ഏതാണ് ശരി, നമുക്ക് മോറൽ നോംസ് കോൺടെക്ച്വൽ ആണോ അല്ലയോ എന്ന്. പക്ഷെ സ്ത്രീകളാണെങ്കിൽ അവരുടെ വറി മുഴുവൻ ഇയാൾ ജയിലിൽ പോയാൽ ആരാ ഭാര്യയെ നോക്കും എന്നുള്ളതാണ്. അതായിരിക്കും സ്ത്രീകളുടെ വറി. അപ്പോൾ അവർ അത് സ്ത്രീകളുടെ മാത്രമല്ല, ഇയാൾ വന്ന അവർ പറഞ്ഞ പല സമൂഹങ്ങളിലും ആൾക്കാർക്ക് ഇതായിരിക്കും ഏത് ശരി എന്നുള്ളതല്ല, മറിച്ച് ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ മറ്റേ ആൾക്കുണ്ടാകുന്ന കോൺക്രീറ്റ് സഫറിങ്ങും അതേ ആര് കെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഓഫീസിലാണെങ്കിൽ തന്നെ ഒരു മെയിലാണ് സുപ്പീരിയർ എങ്കിൽ അയാൾ വർക്കിംഗ് ടൈം കൃത്യമായിട്ട് പറയും, എല്ലാവരും 5:30 വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. മറിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയുകയാണ് അയാളുടെ കുട്ടിക്ക് അസുഖമില്ല എന്ന് പറഞ്ഞാൽ അവരെ നേരെ പോകാൻ അനുവദിച്ചിട്ട് വീട്ടിൽ കുട്ടികളില്ലാത്ത ഒരാളോട് 7:30 വരെ നിൽക്കാൻ പറയും. അപ്പോൾ അത് അവർക്ക് ആക്സസിബിളാണ് അങ്ങനെ ഒരു മൊറാലിറ്റി. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള മൊറാലിറ്റിയാണ്. ഒന്ന് ജസ്റ്റിസും അബ്സ്ട്രാക്റ്റ് നോർമാലിറ്റിയൊക്കെയുള്ള ഒരു എത്തിക്സ്, മറ്റൊരു എത്തിക്സ് ഓഫ് കെയർ. അപ്പോൾ ഇത് രണ്ടിലും, അതായത് ഒരു ജസ്റ്റിസ് ബേസ്ഡ് ഡെമോക്രസിയും കെയർ ബേസ്ഡ് ഡെമോക്രസിയും നമ്മൾ ചിലപ്പോൾ രണ്ട് തരത്തിൽ ആലോചിക്കണമായിരിക്കും. അപ്പോൾ അത് പറ്റുമോ എന്നുള്ള ഒരു സാർ ഒരു കാര്യം തോന്നിയതാ, കെയറിൽ എപ്പോഴും ഒരു ഹൈറാർക്കി ഉണ്ടാവും, കെയർ ഗിവർ കെയർ ഇത്. പക്ഷെ എല്ലായിടത്തും കെയർ ഗിവർ അല്ല മുകളിൽ നിൽക്കണേ. ഇപ്പം ലൈക്ക് സാർ ടീച്ചർ പറഞ്ഞപ്പോൾ അവിടെ ടീച്ചറിന് മുകളിലാണ്, പക്ഷെ ടീച്ചർക്ക് ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു സാധ്യത സ്പേസ് അവിടെ ഉണ്ട് സ്റ്റുഡൻറ്റ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു ഫീമെയിൽ ഹസ്ബൻഡിനെ കെയർ ചെയ്യുമ്പോൾ കെയർ ഗിവർ അല്ല എന്തായാലും ഡൊമിനൻ്റായി നിൽക്കണേ. മാത്രമല്ല അവിടെ ചോയ്സ് എടുക്കാനുള്ള സാധ്യത ഇതും കുറച്ച് കുറവാണ്. സാർ ആശാ വർക്കറുടെ ഒരു കാര്യം പറഞ്ഞു, പോലീസിൻ്റെ കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ഫീൽഡിൽ പോകുമ്പോൾ പലരും പറയുന്നത് ആശാ വർക്കർ പറയും ഇപ്പോൾ കൊതുക് നിവാരണമാണെങ്കിൽ അവിടെ ഗേറ്റ് അടയ്ക്കും കയറണ്ടാ പറയും ആശയാന്ന് പറയുമ്പോൾ. പക്ഷെ ഒരു JPHനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ചാൻസ് ഉണ്ട് ഇത് തുറക്കാൻ. ഡോക്ടറാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ ഗേറ്റ് തുറക്കും അത് നോക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അപ്പോൾ പലപ്പോഴും ആശാ വർക്കർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അവർ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എന്താ വാലിഡേഷനാണ് എന്തിനാ അറിയില്ല. ഇപ്പം പോലീസിനെ കൂട്ടുപിടിച്ചത് അതും കൂടി കൊണ്ടായിരിക്കാം ആ പവർ എന്നുള്ള ഒരു ഇത്. അപ്പം അതിലും ഭയങ്കരമായിട്ട് ജെൻഡർ ഉണ്ട് തോന്നുന്നു. കാരണം എപ്പോഴും ഫീമെയിൽ കെയർ ഗിവർ ആവുമ്പോൾ എപ്പോഴും മോർ ചാൻസ് ഹൈറാർക്കിയിൽ മീൻസ് അവർക്ക് ആ ചോയ്സ് ഇല്ലാതാവുന്ന ഒരവസ്ഥയും. പക്ഷെ വേറെ ചില സ്ഥലങ്ങളിൽ കെയർ ചോയ്സും മറ്റേ ഡിപ്പെൻഡൻ്റ് എപ്പോഴും ഭയങ്കര ഡിപ്പെൻഡൻസിയിലേക്ക് പോകേണ്ട അങ്ങനെയും വരാനുള്ളൊരു ഇതുണ്ട്. അതിനകത്ത് 1-2 പ്രധാന പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്ന് ഹൈറാർക്കി, അത് ഈ ജെൻഡർ ഈ കെയർ റിലേഷൻ്റെ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് ഒരു ഹൈറാർക്കി ഉണ്ട്. ഹൈറാർക്കി അൺഈക്വാലിറ്റിയിൽ നടക്കുന്ന കാര്യമാണ് കെയർ. നമ്മൾ സാധാരണ ഡെമോക്രസി ജസ്റ്റിസ് ഒക്കെ ആലോചിക്കുന്ന ഒരു ഇൻ പ്രിൻസിപ്പിൾ ഒരു ഇതാണ്. അതായത് എല്ലാ ആശാ വർക്കേഴ്സിനും അവർക്ക് അർഹമായ ശമ്പളം കിട്ടണം. പക്ഷെ അവർ ചെയ്യുന്നത് ഇൻഹറൻ്റ്ലി ഒരു ഹൈറാർക്കി ഡീൽ ചെയ്യുന്ന ഒരു, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എൻ്റെ വീട്ടിൽ വന്നവർ എനിക്ക് അവരോട് അങ്ങനെ ഒരു ദേഷ്യം തോന്നില്ല. കാരണം അവരുടെ വൾണറബിലിറ്റി എന്നാണ്. ഒന്നാമത് നമ്മളൊക്കെ വീട്ടിനകത്തിരിക്കുക മാസ്കും ഒക്കെ ഇട്ട്, ഇവർ ഈ വീടുകളിലെല്ലാം കയറി നടന്ന് ഇവർ ഓപ്പൺ ചെയ്യുന്ന അവരുടെ ഒരു റിസ്കിന് ഇവർക്ക് ഒരു കാരണം ഇത് ഒരു പരിഷ്കൃത സൊസൈറ്റി ആലോചിക്കുകയാണ്. ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെ ഇത് എൻ്റെ വാസ്തവത്തിൽ എൻ്റെ ഹോമിയോ ഡോക്ടർ ഞാൻ കാണാൻ ചെയ്തപ്പോൾ പുള്ളി മാസ്ക് ഇട്ടായിരിക്കും. അയ്യോ നിങ്ങളുടെ സയൻസിനകത്ത് ജേമൊന്നുമില്ല, പിന്നെ
എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇവരിതൊന്നുമില്ലാതെ അവിടെ പോയി റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മളെങ്ങനെ കാണണം? ഒന്ന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ഈ ഇക്വാലിറ്റിയിലുള്ള നമ്മുടെ ഈ സ്ട്രെസ്സ് നമുക്ക് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരണം എന്നായിരിക്കും നമ്മുടെ ഒരു പെയിൻഫുള്ളായ റിയലൈസേഷൻ. അതായത് ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് വൺ വെർച്യൂ. യു കനോട്ട് പുഷ് ഇക്വാലിറ്റി ബിയോണ്ട്. അതിപ്പോൾ ഇപ്പോൾ റിസർവേഷൻ്റെ കാര്യത്തിലാണ് അത്. നമ്മളൊരു ഇക്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് സങ്കല്പത്തിൽ കൂടെയാണ് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ഉണ്ടാക്കിയത്. അതിനെ എതിർക്കുന്നവർ പറയുന്നത് അവരുടെ യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്നാണ് അവരുടെ പേര്, ആ ഓർഗനൈസേഷൻ്റെ പേര്. കാരണം അവർ വാസ്തവത്തിൽ മെരിറ്റോക്രസിയാണ്, പക്ഷെ അവർ പറയുന്ന അവർ പോലും ഇത് ഈ യൂത്ത് ഫോർ ഇക്വാലിറ്റി. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റിസിനെതിരെ മാർഷൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിർച്വയാണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ഈ ഇക്വാലിറ്റിയിലുള്ള സ്ട്രെസ് കളഞ്ഞിട്ട് നമ്മൾ ഈ ഹൈറാർക്കി അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചില സ്പെസിഫിക് സാധനങ്ങളെങ്കിലും ഇക്വാലിറ്റിയെ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ സാറും സ്റ്റുഡൻറ്റും തമ്മിൽ ഹൈറാർക്കി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ എന്തുമാത്രം നാടകം അവിടെ കളിക്കുന്നതെന്ന് പറയും, ഇത് ഇക്വാലിറ്റിയാണെന്ന് കാണിക്കാൻ വേണ്ടി. വി ആർ ഓൾ ഈക്വൽ, നോളേജ് ഈസ് എവരിവെയർ, ഇതൊക്കെ നമ്മൾ കളിക്കുന്ന കളികൾ. പക്ഷേ ഇത് വൈ ഇസ് ഇറ്റ് ദാറ്റ് ദിസ് കമ്പൽഷൻ ടു ഡൂ ദിസ്? കാരണം ഇങ്ങനെ പല പ്രാക്ടീസുകളും ഇതിനകത്ത് ഇക്വാലിറ്റി ഇല്ലാത്ത ഇമ്പോസിബിളായ പ്രാക്ടീസ് ആയിരിക്കും. അപ്പോൾ ഡെമോക്രസിയെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഹൗ ഡു യു തിങ്ക് അബൌട്ട്, ക്യാൻ വി തിങ്ക് അബൌട്ട് നോൺ ഇക്വാലിറ്റി ഫോർ എവരി വൺ? Right? There is a hierarchy, but that hierarchy is equally accessible to everyone. പക്ഷേ അതിനകത്തൊരു ഹൈറാർക്കി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മൾ കാസ്റ്റിൻ്റെ ഡെമോക്രസിയൊക്കെ ഇന്ത്യയെ നോക്കുമ്പോൾ നമ്മളിപ്പോഴും ഇന്ത്യയിൽ കാസ്റ്റ്ലെസ് ഡെമോക്രസിയാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളൊരിക്കലും ഒരു ഹൈറാർക്കി സൊല്യൂഷനിൽ ഒരു ഹൈറാർക്കൈസ് ഡെമോക്രസിയെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. ചിലപ്പോൾ അത് തന്നെ തെറ്റായിരിക്കും. പക്ഷെ നമ്മൾ ഇത് ഈ കെയറിലൊക്കെ വരുമ്പോഴാണ് ശരിക്കും ഈ ഹൈറാർക്കിയെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോഴാണ് പിന്നെ ജെൻഡറിൻ്റെ പ്രശ്നം. ഇപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഈ കെയർ ഡെമോക്രസി എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി നമ്മൾ തൊഴിലായിട്ട് കാണുന്നത്. 2 സോഷ്യൽ റീപ്രൊഡക്ഷൻ. അതാണ് ഈ കെയറിൻ്റെ ഡൊമൈൻ. എങ്ങനെയാണ് നമ്മൾ രോഗികളെ, കുട്ടികളെ, ഇങ്ങനെ വയസ്സായവരെ, അവരെ നോക്കിയിട്ട് ഈ സൊസൈറ്റിയെ നമ്മൾ എങ്ങനെയെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യുക. മൂന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഉള്ള ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റൈസേഷൻ, കമ്പോളവൽക്കരണം. ഈ 3 സാധനമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഇത്. അപ്പോൾ ആദ്യം കെയർ എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് പ്രൈവറ്റ് സ്ഫിയറാണ്. മറിച്ച് ഈ ഇൻഡസ്ട്രിയൽ വിപ്ലവത്തോടുകൂടി ആൾക്കാർ, പുരുഷന്മാരെല്ലാം ഫാക്ടറി വരികയും ഇത് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി സ്ത്രീകൾ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് പിന്നെ വരുന്ന ഒരു സ്ത്രീകളുടെ സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് സ്ത്രീകളെയും കൂടെ വേജ് ലേബറിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വീട്ടിൽ കുട്ടികളെ നോക്കാൻ ആളില്ലാതെ. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഈ കെയർ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അത് കുട്ടികളെ നോക്കാൻ വീടുകളിൽ ആളില്ലാതെ. അപ്പോൾ അതിന് 2 പരിഹാരമാണുള്ളത്. ഒന്നുമില്ലെങ്കിൽ വീടുകളിൽ കെയർ എടുക്കുന്നതിനെ കൂടെ ഒരു പബ്ലിക് വർക്കാക്കി മാറ്റുക. അതായത് ആയകളും മെയ്ഡുകളും ഒക്കെ ആയിട്ട് വീട്ടിൽ പോയി കുട്ടികളെ നോക്കുക. അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളെ നോക്കുന്നത് തന്നെ ഒരു ജോലിയാക്കി മാറ്റുക. അപ്പോൾ ഒരുപാട് പേർക്ക് മറ്റേ ഇത് വീട്ടിലിരിക്കുന്നവർക്കുള്ള സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുക, വർക്കിംഗ് വിമന്, അതായത് ഹൗസ് വൈഫിന് ഇത് സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയൊരു ഇത് നടക്കുന്നുണ്ട്. മറിച്ച് ഇപ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ കെയർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കംപ്ലീറ്റ്ലി എല്ലാം മാർക്കറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ കെയർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ്മാരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കെയർ ഈസ് എ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അത് നിങ്ങളത് മെയ്ഡുകൾക്കും ആയകൾക്കും ഒന്നും കൊടുക്കരുത്. യു ഹാവ് ടു, ദാറ്റ് കെയർ ഈസ് എ പേഴ്സണൽ, വി ഹാവ് ടു മേക്ക്. അതായത് നമ്മുടെ പിള്ളേരെ നമ്മുടെ വാല്യൂസിനനുസരിച്ച് വളർത്തി വരിക എന്നുള്ളത്, ദാറ്റ് ഈസ് എ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. എർലിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ ഡെമോക്രസിയിലേക്ക് മാറിയപ്പോൾ സ്ത്രീകൾ വർക്കിന് വരിക, അല്ലെങ്കിൽ നമ്മൾ ഈ കെയറിനെ നമ്മൾ ഒരു പെയ്ഡ് വർക്കാക്കുക, ഇല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് ഫാമിലികൾക്ക് കൊടുക്കുക. ഇപ്പം ന്യൂസിലൻഡിലൊക്കെ പ്രായമായ അച്ഛനെയും അമ്മയും നോക്കാൻ തീരുമാനിക്കുന്ന ഒരു മകനോ മകൾക്കോ കംപ്ലീറ്റ് സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്.
ഇത് കേരളത്തിലൊക്കെ ശരിക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇതാണ്, വീട്ടിൽ പ്രായ ആൾക്കാർ. അപ്പോൾ യു ക്യാൻ മേക്ക് എ കരിയർ ഓപ്ഷൻ ദാറ്റ് കെയറിന് വേണ്ടിയുള്ള ഒരാൾ വീട്ടിൽ താമസിച്ച് നോക്കും, അങ്ങനെയുള്ള ഒരിത്. പക്ഷേ ഇപ്പോൾ വളരുന്നത് അങ്ങനെയല്ല. നമ്മൾ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആപ്പിളും ഫേസ്ബുക്കും അവരുടെ ഓഫീസിൽ ജോലിയുള്ള സ്ത്രീകൾക്ക് അവരുടെ എഗ്സ് ഫ്രീസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ചിലവും ആപ്പിളും ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ till 40 don't have children, give all your energy to our firm, but don't think that you will not have children. After 40 you take a break and have a child. അപ്പോൾ ഇത് വേറെ തരത്തിലുള്ള ഒരു കെയർ എക്കോണമിയിലുള്ള ഇൻ്റർവെൻഷനാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് എല്ലാ കെയർ വർക്കിനെയും നമ്മൾ ഒരു പെയ്ഡ് സാധനമാക്കി മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ കെയറിനകത്ത് ഇങ്ങനെ ഒരു പേഴ്സണൽ സാധനം ഉണ്ടെന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇതെല്ലാം വീണ്ടും ഒരു മാർക്കറ്റ് ലോജിക്കിനകത്തായിരിക്കും നിൽക്കുന്നത്. സോ ദെൻ യു വിൽ ബി ഗിവൺ ആൻ ഓപ്ഷൻ വെൻ ഡു യു ഷിഫ്റ്റ് ഫ്രം പബ്ലിക് ടു ദി പ്രൈവറ്റ്. പക്ഷേ മാർക്കറ്റ് ഇല്ലാത്ത ഒരു ഇതിനകത്ത് മാർക്കറ്റിൽ നിന്നൊക്കെ മാറിയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ആലോചിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനല്ല. ഇതെല്ലാം കൂടെ നമ്മളിത് എങ്ങനെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് കെയർ എന്നതിനെ പറ്റി മാത്രമല്ല നമ്മളിതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, ക്വാളിറ്റി ഓഫ് കെയർ ആണതിൽ പ്രധാനം. ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് കെയർ പോസിബിൾ ആണ്. ഞാൻ ഇങ്ങനെ ചർച്ചയൊക്കെ കേട്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു, അത് കെയർ ആലോചിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ കെയർ വർക്കിനെ പറ്റി, കെയർ റിലേഷൻഷിപ്പിനെ പറ്റി, എക്സ്പ്രഷൻ ഓഫ് കെയറിനെ പറ്റി ഒക്കെ ഇങ്ങനെ പല പല ചർച്ചകൾ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ കെയർ? വാട്ട്സ് ആഫ്റ്റർ ഓൾ കെയർ? ദുർബലനായ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ദുർബലനാവണമെന്നില്ല, മാനസികമായോ ശാരീരികമായോ ദുർബലനായ ഒരാൾക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിൽ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെ നമ്മൾക്ക് കെയർ എന്ന് പറയാം. നോ, ഇറ്റ്സ് നോട്ട് കെയർ. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ, കൂടെ ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് നോട്ട് വാട്ട് കെയർ ഈസ്. സംതിങ് ബിഫോർ ദാറ്റ്. യു ആർ ഡൂയിങ് സംതിങ് ദർ. ഇപ്പം നിങ്ങൾ ദുർബലരായ ആളുകളെ ചേർത്ത് പിടിക്കുന്നു, പ്രബലരോ ദുർബലരോ ആരൊക്കെയോ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. ഈ ചേർത്ത് പിടിക്കുന്നതിന് മുൻപ് എന്തോ ഉണ്ട്, അല്ല നമ്മൾ ചേർത്ത് പിടിക്കില്ല ഒരാൾ. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ചേർത്ത് പിടിക്കപ്പെടേണ്ട ഒരാളാണെന്ന് നമുക്ക് ആലോചിക്കണമെങ്കിൽ there should be something before that. That's value. And I'm not giving any word for that. Value എന്നൊക്കെ പറയുന്നതിന് മുൻപ് എന്തോ ആണത്. കെയർ ബിഫോർ യു വാല്യൂ പറയുന്നതോട് തൊട്ട് യു ആർ പ്ലേസിങ് ഇറ്റ്. പ്ലേസ് ചെയ്യുന്നതിന് മുൻപ് വാല്യൂ എന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നതിന് സാധ്യമാക്കുന്ന എന്തോ ഒന്ന് ബിഫോർ ദാറ്റ് ദീസ് സോ കാൾഡ് ഹ്യൂമൻ ബീങ്സ് ഹാവ്. You are imitating something. You are living. When you live, you are starting your life. ഏതൊരാളും, ഒരു കുഞ്ഞ് നമ്മൾ ജീവിതം തുടങ്ങുന്നു, ജീവിക്കാൻ തുടങ്ങുമ്പോൾ വി ആർ ഇമിറ്റേറ്റിംഗ് സം സോർട്ട് ഓഫ്, അല്ലേ, ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കൈ ഞാൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഇതെൻ്റെ കൈയാണ്. ഒരു കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സംഹൗ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. അപ്പോൾ അവിടെയൊക്കെ ഈ സംഗതി ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്, ഈ കെയർ എന്നുള്ള ഒരു സംഗതി ഉണ്ടാകുന്ന വിചാരിക്കുന്നത്. യു ഹാവ് ദാറ്റ് ഫാക്കൽറ്റി ഓഫ് മൂവിങ് ടുവേർഡ്സ് ഓർ ഡൂയിങ് സംതിങ്, ബീങ് ഇൻട്രാക്റ്റീവ്, ബീങ് റിഫ്ലെക്സീവ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അത് ബിഫോർ യു അട്ടർ ഇറ്റ് ആസ് വാല്യൂ, അതിന് മുൻപുള്ളൊരു സംഗതി ഉണ്ട്. സോ യു ഹാവ് ദാറ്റ് ഇമിറ്റേറ്റിംഗ് കപ്പാസിറ്റി. You have some coercive capacity. At times you are a terror. All these are you so-called human being ആണ്. അതൊക്കെ ആണ്. അതിലൊരു മനുഷ്യജീവികളുടെ ഒരു ഫാക്കൽറ്റി ആവാം ഇത്. ഒരു പോസിബിലിറ്റി. ഫാക്കൽറ്റി എന്ന് പറഞ്ഞതിനേക്കാൾ
ഫാക്കൽറ്റി പറയുന്നോട്ട് കുറച്ചുകൂടി വേറൊരു രീതിയിൽ അതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞു. ഒരു പോസിബിലിറ്റി ആവാം കെയർ. ഇറ്റ്സ് ജസ്റ്റ് എ പോസിബിലിറ്റി എ ഹ്യൂമൻ ബീങ് ഹാവ്. കോഗ്നിറ്റീവിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ റിഫ്ലെക്സീവ് ആക്കുന്ന എന്തോ ഒന്ന് നമ്മൾ റിഫ്ലെക്സീവ് ആക്കുന്നുണ്ട്. അത് ഇപ്പോൾ ബിഫോർ നമ്മളെന്താ പറയുക, നമ്മളിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഐ ആം നോട്ട് ജസ്റ്റ് തിങ്കിങ് അലൗഡ് ഓൺലി. ഇതിനെയൊന്നും ഞാൻ എതിർക്കല്ല ചെറുക്കുമല്ല, ഈ ചർച്ചയെ ചെറുക്കല്ല, ചർച്ചയിൽ വന്ന വാദങ്ങളെ ചെറുക്കല്ല. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഇതൊക്കെ നമുക്ക് പറയണമെങ്കിൽ എമ്പത്തി, ഇതൊക്കെ പറയണമെങ്കിൽ വാല്യൂ, എമ്പത്തി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ദുർബലരെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇപ്പോൾ ഒട്ടിസ്റ്റിക്കായ ഒരു കുഞ്ഞിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, ഇതിലൊക്കെ ഈ എലിമെൻ്റ് ഓഫ് കെയർ ഉണ്ടാവും, എലിമെൻ്റ് ഓഫ് കെയർ ഉണ്ട്. ബട്ട് വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ കെയർ അഗെയിൻ? ഇറ്റ്സ് എ ഹ്യൂമൻ പോസിബിലിറ്റി. ഐ തിങ്ക് അതിനെ വർക്കാക്കുന്നത്, കെയർ വർക്കാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ വീണ്ടും ഡെമോക്രാറ്റൈസ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ തലങ്ങൾ വേറെ ആയിരിക്കും. അതൊക്കെ പ്രാക്ടിക്കൽ ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില സന്ദർഭങ്ങളെ ബേസ് ചെയ്തും കൊണ്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. ബട്ട് ബിഫോർ ഓൾ ദീസ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതുണ്ടായിരിക്കെ തന്നെ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, a being which is reflexive is having that possibility of care. As you have the possibility of imitation, being coercive, being terroristic, അല്ലേ, ഇതൊരു സാധ്യതയാണ്. അത് എല്ലാ ഇതിലും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ഇടപെടലിലും, അല്ലെങ്കിൽ മനുഷ്യരാകുന്നതിൻ്റെ, മനുഷ്യജീവികളാകുന്നതിൻ്റെ, നമുക്ക് വലിയ ക്ലെയിംസ് ഒന്നും ഇല്ലാതെ തന്നെ മനുഷ്യരായിരിക്കുന്നതിൻ്റെ ഓരോ മൊമെൻറ്റിലുമുള്ളൊരു സംഗതിയാണെന്ന് എനിക്ക്, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി. സംഗതി ഒക്കെ പറയുമ്പോൾ വേറെ അർത്ഥം വരും, ഒരു പോസിബിലിറ്റിയാണത്. അപ്പോൾ ഈ കെയറിനെയാണ് നമ്മൾ ബേസ് ചെയ്ത് ചിന്തിക്കുന്നത്. കെയർ വർക്ക് ആവണോ, കെയർ ഈസ് ഇറ്റ് ആൻ ആക്ഷൻ ഓർ ഈസ് ഇറ്റ് ആൻ ആക്ടിവിറ്റി ഓർ can it be turned to work sort of without thinking about market or without thinking about democratizing? ഇത് രണ്ട് തരത്തിൽ ആലോചിക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ മുൻപുള്ള ഒരു പോസിബിലിറ്റി ആയിട്ട് ഈ കെയറിനെ നമുക്ക് ആദ്യമേ പ്രിസപ്പോസ് ചെയ്യാതെ ചിലപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. ദിസ് ഈസ് കെയർ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് കെയർ ഈസ് ഇൻഡിക്കേറ്റ് ടു ദാറ്റ് റിലേഷൻഷിപ്പ് ആൾസോ. അങ്ങനെ ആ രീതിയിൽ അതിനെ കുറച്ചുകൂടി മനുഷ്യർ റിഫ്ലെക്സീവ് ആവുന്ന ഒരു മൊമെൻറ്റ്, അൺകണ്ടീഷണൽ ആവുന്ന ഒരു മൊമെൻറ്റ്, അല്ലെ മൊമെൻ്റ് എന്ന് പറയാൻ പറ്റുമറിയില്ലല്ലോ രാജമോഹൻ, ആ ഒരു എന്താ പറയുക, ആ കപ്പാസിറ്റി ഓഫ് ബീയിങ് ടു കെയർ. അത് ചിലപ്പോൾ ഒരു സ്പീഷീസ് ക്യാരക്ടറിൻ്റെയും കൂടിയും ഭാഗമാവാം. വി ഹാവ് ടു കെയർ. സാധ്യതയാണ് ഞാൻ പറയുന്നത്. അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സംഭവം. അതർ എല്ലാ ഫീൽഡിലേക്കും അതിനെ നമ്മൾ പെർമിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇപ്പോൾ ചൈൽഡ് കെയർ എന്നൊക്കെ പറയാം. ഇത് വാസ്തവത്തിൽ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, വാസ്തവത്തിൽ കെയർ എന്നുള്ളതിന് കെയർ നീഡ് നോട്ട് ബി പിന്നെ എന്താ പറയുക, ഇതിലേക്ക് സ്ത്രീ എന്നുള്ളതിലേക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ലാത്ത വിധം കെയർ ക്യാൻ ബി ദർ. ഈ എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെയും ഒരു സാധ്യതയാണത്. അത് സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞത് എന്നുള്ളത് ഉള്ളതല്ല എന്നുള്ളതാണ് ആദ്യം പൊളിക്കേണ്ട ഒരു സാധനം. അപ്പോഴാണ് ഈവൻ ആശാ വർക്കേഴ്സിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ, കുടുംബശ്രീ പ്രവർത്തകരുടെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അണ്ടർ ആയിട്ടുള്ള സെക്ടറുകളിലേക്ക് മാറ്റപ്പെട്ട കെയർ, ആ കെയറിനൊക്കെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇറ്റ്സ് നോട്ട് ദ കപ്പാസിറ്റി ഓഫ് വിമൻ ഓൺലി. എനി ഹ്യൂമൻ ബീങ് ക്യാൻ ഹാവ് ദാറ്റ്. ബട്ട് ഈ ഒരു സോഷ്യൽ ഇതിൻ്റെ ഉള്ളിലാണ് പോലെ ഈ ഹൈറാർക്കി നിലനിൽക്കുകയാണ് ഇതിൻ്റെ സാധ്യത അങ്ങനെ വരുന്നത്. ഈ ഹൈറാർക്കിക്ക് ഇപ്പുറം, ഹൈറാർക്കി അവിടെ നിൽക്കത്തന്നെ, ഹൈറാർക്കി അവിടെ ഉണ്ടില്ല എന്നല്ല, ഹൈറാർക്കി ഉണ്ടായിരിക്കെ തന്നെ വാട്ട് ഈസ് കെയർ എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത് ഈ രീതിയിൽ പോകുമ്പോഴാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് തിങ്കിങ് അല്ല, അപ്പോൾ മനുഷ്യർക്ക് മാത്രമേ കെയർ ഉള്ളൂ എന്നാണോ? എല്ലാ ജീവികളും നമ്മൾ കണക്കൂട്ടണല്ലോ, ഉണ്ടാവണല്ലോ. റിഫ്ലെക്സീവ്, താരതമ്യേന റിഫ്ലെക്സീവ് ആവുന്നു എന്നുള്ളത് കൊണ്ട്
വേറെ റിഫ്ലെക്സീവ് ആവുകയും ഞാൻ സെൽഫിലേക്ക് ഒന്നും പോയില്ല. മനുഷ്യര് റിഫ്ലെക്സീവ് ആവുന്ന ഒരു ഇത് പോസിബിലിറ്റി എല്ലാ ജീവികൾക്കും ഇതുണ്ട്. ഉണ്ടാവും. കടലാമകളാണ്. എല്ലാ ജീവികൾക്കും ഈ സ്പീഷീസ് പൊട്ടൻഷ്യൽ ഉണ്ടാവാം. പക്ഷെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ഒരു ഇതിനെ പറ്റി ആയതുകൊണ്ട് അത് പറയുന്നത്. ഒന്ന് രണ്ട് നല്ല പ്രധാനപ്പെട്ട പിന്നെ ഷോ പറഞ്ഞ പോലെ അതാണ് അതിനകത്ത് പോയിന്റ്. അതായത് നമ്മുടെ ഒരു എൻക്വയറി എന്ന് പറയുന്നത് നമ്മൾ കെയർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള കെയറിങ് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ കെയറിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിച്ച് ഏതാണ് ബേസിക് ആയിട്ടുള്ള കാരണം എമ്പതി, ഹൈറാർക്കി, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ കൂടെ നമ്മൾ ചിന്തിച്ച് നമ്മൾ പോകണം എന്താണ് ഈ സാധനം. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന തരം സിവിലൈസിങ് കെയർ, ഡെമോക്രറ്റൈസിങ് കെയർ, നമ്മളിതിൻ്റെ കെയറിന് മേളിൽ എന്തോ വെക്കേണ്ട ഒരു സാധനമായിട്ട് വരും ഈ ഡെമോക്രസി. മറിച്ച് കെയർ എന്താണെന്ന് ഏറ്റവും അടിസ്ഥാനപരം അന്വേഷിച്ച് അതിനകത്ത് തന്നെ എവിടെയാണ് ഈ ഒരു പബ്ലിക് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു മോമെൻ്റ് ഉള്ളതെന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെന്ന് വരും. ഇത് മനുഷ്യർക്ക് മാത്രമുള്ളതാണോ, അതോ ഇതൊരു ബേസിക് സാധനമായിട്ട് കാണേണ്ടതാണോ? അങ്ങനെ ചിലർ പറയുന്നുണ്ട് വാസ്തവത്തിൽ കെയറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു പരിമിതമായ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമുക്ക് ലോകത്തെ കാണാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ബേസിക് ഡിപ്പെൻഡൻസി. ആർക്കും ഒരു വലിയ ഓവറോൾ ഇതില്ല, മറിച്ച് എല്ലാവരും നമ്മുടെ എല്ലാം ഫൈനൈറ്റ് പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് ഇപ്പോൾ ഈ മേശയുടെ അപ്പുറത്തെ സൈഡ് ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ പറ്റുന്ന ഇത് മാത്രമാണ്. പക്ഷേ എനിക്ക് ഈ മേശയോടുള്ള ഒരു ഉറപ്പെന്ന് പറയുന്നത് നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പതുക്കെ മറ്റേ സ്ഥലങ്ങൾ തുറന്നു വരും. അത് നമ്മൾ തമ്മിലുള്ള ഒരു ഷെയർ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് എനിക്കിത് മൊത്തം കണ്ടുകൂടാം ഈ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഈ ടേബിളിനെ കൃത്യമായിട്ട് അപ്പോൾ നമ്മുടെ പരിമിതമായ ഈ പെർസ്പെക്റ്റീവിൽ നിന്ന് ഉണ്ടാകുന്ന സാധനമാണ് കെയർ എന്നുള്ളതാണ്. പക്ഷെ അത് തന്നെ ആയിരിക്കണമെന്നില്ല കെയർ. കാരണം വലിയ ഈ നാരായണ ഗുരുവിനെ പോലെയുള്ളവരൊക്കെ ഇത് മൊത്തം അറിഞ്ഞിട്ടേ ഇവരുടെ കെയർ. കാരണം അറിവുള്ളവനെ കെയറുള്ളൂ എന്നുള്ളതാണ് നാരായണ ഗുരുവിന്. ഇത് പൂർണ്ണമായി ജ്ഞാനിയായ ഒരു മനുഷ്യന് അറിവുള്ളൂ. അത് വിനയത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോഴാണ് ഈ സെൽഫ് കെയർ എന്നൊക്കെയുള്ള സ്ഥാനം. അതായത് ഒരു സെൽഫ് സഫിഷ്യൻ്റായ ഒരാളുടെ ഒരു തരത്തിലും ഡിപ്പെൻഡൻ്റ് ആയിട്ടില്ലാത്ത ആൾക്കാരുടെ ഒരു ഗുണമാണ് ഈ കെയറിങ്. ഇത് വളരെ കാരണം ഈ സ്ത്രീകൾക്ക് കെയർ വരും നമ്മളെപ്പോഴും ചാടി പറയുക സ്ത്രീകളെ നമ്മൾ മാർജിനലൈസ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു ടെൻഡൻസി അങ്ങനെയായാലും എല്ലാവർക്കും. പക്ഷേ ഒരുപക്ഷെ ചിലപ്പം സ്ത്രീകളുടെ പറ്റി ഒന്ന് ആലോചിക്കുന്നത് നന്നായി. കാരണം ഈ ഫ്രോയിഡ് എൻ്റെ ഒരു വലിയൊരു എസ്സേയുണ്ട്, നാർസിസിസം എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ ബേസിക് ടെൻഡൻസി എന്ന് പറയുന്ന കെയറിങ് അല്ല, മറിച്ച് നാർസിസം, സ്വയം ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അത് ഈ സ്വയം എന്ന് പറയുന്നത് ഞാനാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്നോടുള്ള പ്രേമം, എന്നിട്ട് ഞാൻ എനിക്ക് പറ്റിയ ഒരു ഇമേജ് സൃഷ്ടിക്കും. അപ്പോൾ ഫ്രോയിഡ് പറയുന്നത് പ്രധാനപ്പെട്ട നാർസിസ്റ്റുകൾ പൂച്ചകൾ, സ്ത്രീകൾ, വൻ ക്രിമിനലുകൾ, തത്വചിന്തകർ. ഇതാണ് കാരണം സ്ത്രീകളുടെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് ഫ്രോയിഡ് കാണുന്നത് ഈ സ്ത്രീകൾക്കൊരു ഭയങ്കരമായ സെൽഫ് സഫിഷ്യൻസി ഉണ്ട്. അത് അവരല്ലാത്ത വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ധാരണ. മറിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ആങ്സൈറ്റിയാണ്, അവനില്ലാത്ത എന്തിനോ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പുരുഷൻ. അതുകൊണ്ടാണ് അവന് ഭാഷയും ഒക്കെ വലിയ പ്രശ്നങ്ങളായത്. ഇത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ സെൽഫ്. പൂച്ച അത് തന്നെയാണ് പറയുന്നത്. കാരണം പൂച്ചയ്ക്ക് ഇതുപോലെ എവിടെ ഇരുന്നാലും അതിന് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സാധനം. അപ്പോൾ ഇത് വാസ്തവത്തിലൊരു മാത്തമാറ്റിക്സിൻ്റെ ഹിസ്റ്ററിയെ പറ്റി തന്നെയുള്ള വലിയൊരു ചരിത്രമുണ്ട്. അതായത് ഈ സ്ത്രീകളുടെ സെൽഫ് സഫിഷ്യൻസിയും അതിൽ അവർ ഇപ്പോൾ ഈ
മെൻസ്ട്രുവൽ സൈക്കിളിൽ ഉണ്ടാകുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള അവരുടെ മൂഡ്, ഇതിനോടുള്ള പസിൽമെൻറ്റിൽ നിന്നാണ് മനുഷ്യൻ കലണ്ടർ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരു ചില മനുഷ്യരുടെ സെൽഫ് അഷുറൻസിലുണ്ടാകുന്ന സ്വിങ്സ്, അതാണ് പുരുഷനെ ആദ്യമായിട്ട് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി. അതൊക്കെ വിട്ടാലും ഇത് പ്രശ്നം ഇതാണ്, ഇത് സെൽഫ് സഫിഷ്യൻസി എന്ന് വരുന്ന ഒരു സാധനമാണ് കെയർ. അതായത് സ്ത്രീകൾ കെയറിങ് ആയിരിക്കുന്നത് അവരുടെ ഫ്രെജിലിറ്റി ഒന്നുമല്ല, അവർക്ക് ഒരു തരത്തിലുള്ള ഡിപ്പെൻഡൻസി ഇല്ലാത്ത ഒരു മോമെൻ്റ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഡിപ്പെൻഡൻസിയെ അറിയാൻ പറ്റുന്നതും ചൈൽഡ് കെയർ പറ്റുന്നു. അപ്പോൾ ഇത് ഇതിൻ്റെ ശരിതെറ്റുകളല്ല, കുറച്ച് ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ വരുന്നുണ്ട്. ഈ നമ്മളെപ്പോഴും ഇതൊരു ഡിപ്പെൻഡൻസിയുടെ പുറത്ത് കാണണോ? അങ്ങനെയാണെങ്കിൽ സെൽഫ് കെയർ എന്നുള്ളത് തന്നെയാണ് കെയറിൻ്റെ ഏറ്റവും പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്. അതുകൊണ്ടാണ് ഈ സ്വയം നോക്കാൻ അറിയാത്തവർക്ക് വേറെ ആരെയും കെയർ ചെയ്യാൻ പറ്റിയല്ല എന്ന് പറയാറുണ്ട്. അതൊക്കെ ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഇതെങ്ങനെയാണ് ഇതിനെ നമ്മൾ ഈ പ്രൈമോർഡിയലി എന്തോ ആയിരിക്കും കെയർ. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരിക്കലും അതിലേക്ക് ഒറ്റയടിക്ക് ചാടാൻ പറ്റത്തില്ല. നമുക്കറിയാവുന്ന സാധനങ്ങളെ അനലൈസ് ചെയ്തും ഈ ബേസിക് സാധനത്തിൻ്റെ സ്ട്രക്ചേഴ്സിനെ പറ്റിയും ഒക്കെ. അപ്പോൾ ഒരു കാരണം ഇപ്പോൾ ടെറർ എന്ന് പറഞ്ഞില്ലേ ശോഭ, കെയറും ക്രൂവൽറ്റിയും തമ്മിലുള്ള ബന്ധം നമ്മൾ ആലോചിക്കും. കാരണം ക്രൂവൽ അല്ലാത്ത ഒരാൾക്കും കെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ രോഗി കൊടുക്കുന്നതെല്ലാം ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്യുന്ന ഒരു നേഴ്സ് ഭയങ്കര ഡേഞ്ചറസാണ്. ഇത് നോ എന്ന് പറയാനുള്ള കഴിവാണ് വാസ്തവത്തിലൊരു ഇത് ഒരു കെയറിങ് സാധനത്തിന്. അപ്പോൾ ഈ സിമോൺ ഡി വെയിൽ പറയുന്നൊരു കാര്യമാണ്, അതായത് ഒരു കോഗ്നിറ്റീവ് ആറ്റിറ്റ്യൂഡ്, കെയറിൻ്റെ കോഗ്നിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അറ്റൻറ്റീവ്നെസ്സാണ്. എന്താണ് അറ്റൻറ്റീവ്നെസ്? അറ്റൻറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷൻ, ഇപ്പോൾ ഈ ക്ലാസ്സിൽ അറ്റൻറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനത്തിനോടുള്ള ഫോക്കസ്. നമ്മളെപ്പോഴും അറ്റൻറ്റീവ്നെസ്സിനെ തെറ്റായിട്ട് ഫോക്കസായിട്ട് കാണും. മറിച്ച് അറ്റൻറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പുതിയൊരു സാധനം ഇവിടെ എമർജ് ചെയ്യാൻ എനിക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഇതിൻ്റെ ഗ്രാമറിനകത്ത് എനിക്കറിയാം ഇപ്പോൾ ഇതിനകത്ത് ഈ റൂം അതായത് ഇതൊക്കെ, അല്ലെങ്കിൽ ഇതിനകത്ത് ആരാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അറ്റൻറ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ സാധനം ഉണ്ടാകാനുള്ള ഒരു ഓപ്പണിങ്. അപ്പോൾ അത് കെയറിന്, അതുകൊണ്ടാണ് കെയറിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് വീട്ടിൽ നടക്കാൻ വയ്യാത്ത പ്രായം ഒരാളെ നോക്കാൻ ഒരാൾ വേണം. പക്ഷേ ഈ വരുന്നയാൾ ഈ സിറ്റുവേഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരാളല്ല. ഈ നല്ലൊരു കെയർ ഗീവർ എന്ന് പറയുന്നത് അവർ വന്നിട്ട് അവർക്ക് മനസ്സിലാവും ഇയാൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അത് ആ വീട്ടിലുള്ളവർക്ക് ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു ഓപ്പൺനെസ്സാണ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമോൺ ദ വെയിൽ പറയുന്നൊരു കാര്യമുണ്ട്, അറ്റൻറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ മുമ്പോട്ടാഞ്ഞിട്ടാണ്. അവർ പറയുന്നത് ഈ മുമ്പോട്ടായതിനോടുള്ള നിയന്ത്രണമാണ് കെയറിങ്. ചാടി കെയർ ചെയ്യരുത്. അത് മാറി നിൽക്കാൻ പറ്റുമ്പോഴാണ് യു ആക്ച്വലി അലൗ ദിസ് അതർ തിങ്സ് ടു എമർജ്. അപ്പോൾ ഈ ബേസിക് സാധനം നമ്മൾ എങ്ങനെ ദെൻ ഹൗ ഡു യു ഡെവലപ്പ്? എമ്പത്തി എന്ന് പറയുന്ന വസ്തുത്തിലൊരു ടാൻജിബിളാണ് നമ്മുടെ. കാരണം നമുക്ക് മറ്റുള്ളവരുടെ സഫറിങ്ങിലുള്ള ഒരു ഹൃദയ ദ്രവീകരണ വ്യഗ്രത അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ തമ്മിലൊരു റിലേഷനാലിറ്റി ഉണ്ട് എന്നുള്ള ഒരു ഇതിലാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു ലെവൽ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. അമ്മ കെയർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യം അമ്മ ചെയ്യാം. കെയറിനെ ഫ്രാഗ്മെന്റഡ് ആയി കാണാമല്ലോ. ഫുൾ സെൽഫ് സഫിഷ്യന്റ് ആയി കെയർ ചെയ്യണമെന്നില്ല. നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്യാം, മറ്റേത് എനിക്ക് പറ്റില്ലായിരിക്കാം. അപ്പൊ കെയർ ബേർഡൻ വരുന്നത് എപ്പോഴും ഭയങ്കര ഹോളായി കാണുന്നൊരു ഇതുകൊണ്ടാണ്. അല്ല, സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത് ഒമ്നിപൊട്ടൻസി അല്ല. അത് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല. അത് എനിക്കിവിടകത്ത് ഞാൻ എൻ്റെ സിറ്റുവേഷനിൽ തൊട്ടുള്ള ഇല്ലായ്മകളോടൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരാളാണ് വീക്കായ ഒരാളെ കെയർ ചെയ്യാൻ പോകുന്നത്. മറിച്ച് എൻ്റെ ചുറ്റുമുള്ള എല്ലാ ഡിസ്റ്റർബൻസും എന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ആരുടെ പെയിൻ കണ്ടാലും ഞാൻ കരഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ളവർ കെയർ ചെയ്യില്ല എന്നല്ല,
നമ്മൾ നമ്മുടെ കെയറിങ്ങിനെ പറ്റിയുള്ള ചിന്ത അങ്ങനെ ഒരാളിൽ നിന്ന് തുടങ്ങണം. ഇതാണ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം. ജോലി ചെയ്യും, വീട്ടിലെ പണിയും ചെയ്യും, നാട്ടിലെ പണിയും ചെയ്യും. ബിക്കോസ് ഷീ സെൽഫ് സഫിഷ്യൻറ്റ് എന്നുള്ളൊരു അങ്ങനെ ഉള്ളൊരു വിചാരം അതുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലായി. സെൽഫ് സഫിഷ്യൻസി അല്ലേ, സത്യം അതൊരു തെറ്റായ ഇതായിരിക്കും. നമ്മൾ സ്ത്രീകൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും, അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല. അതൊരു ബേസിക് സാധനമാണ്. അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല, പരിമിതമായ സാധനങ്ങളുണ്ട്. അതല്ല ഞാൻ സെൽഫ് സഫിഷ്യൻസി എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം. അതായത് ഏത് സിറ്റുവേഷൻ ചെന്നാലും നമ്മൾ അവിടെ അതിനോട് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമല്ലോ ഇമോഷണലായിട്ട്. കാരണം അതിൻ്റെ ഒരു ആബ്സെൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യും. മറിച്ച് അങ്ങനെയുള്ള സെൽഫ് സഫിഷ്യൻസി ഇതൊരു നിർമ്മമായിട്ടുള്ള ഇവിടെ നിസ്സാറിൻ്റെ വാക്ക് എന്താണ് അതിന് ഓർക്കുന്നുണ്ടോ? നിർമ്മമത്വം അല്ല, നിർമ്മമത്വം അല്ല നിസ്സാറിൻ്റെ, നിർബാധ്യത. നിസ്സാർ വരുമ്പോൾ നാളെ നമുക്ക് നിസ്സാറിനെ പഠിക്കും. നിർബാധ്യത എന്ന് പറയുന്നത് അതൊരു ബേസിക് ആറ്റിറ്റ്യൂഡാണ്. അത് ഒരു കാരണത്തോടും അത് നമ്മൾ നേരത്തെ പറഞ്ഞ ബാധ്യതയായിട്ടും അതൊരു നിർബാധ്യതയിൽ നിന്ന് തുടങ്ങുന്ന ഒരു സാധനമായിട്ടായിരിക്കും ചിലപ്പോൾ കെയറിനെ നമ്മൾ കാണേണ്ടത്. ഇതെല്ലാം പോസിബിലിറ്റീസാണ് കേട്ടോ നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെ കാണുമ്പോൾ അത് എല്ലാ ഇതിലേക്കും അത് പെർമിയേറ്റ് ചെയ്യാനും മതി. നമ്മൾ ചെയ്യുന്ന എന്തിലേക്കും. അപ്പോൾ പിന്നെ അതിനെ നമ്മൾ വർക്കിലേക്ക് അല്ലെങ്കിൽ അത് മാർക്കറ്റൈസ് ചെയ്യാന്നൊക്കെ ഉള്ളതൊക്കെ വേറെ ചില തലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അതൊന്നും അല്ലാതെ തന്നെ ഈ എന്താണ് കെയർ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചിന്ത വേണ്ടി വരുന്നു. അപ്പോഴാണ് ഈ ശരിക്കും അൺകണ്ടീഷണൽ ആവുന്നത് തന്നെ കെയറിൻ്റെ ഒരു എക്സ്പ്രഷൻ ആവും. അല്ല, കെയറിൽ വർക്ക് ചെയ്യുന്ന PhD ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് ഇങ്ങനെ ഒരു തോട്ടിനോട് റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അതോ ഈസ് ഇറ്റ് എ ലക്ഷറി? Do you think in your research you can actually operationalize such a thought? പറയുമ്പോൾ തന്നെ ഗിവിങ് ടേക്കിംഗ് എന്നൊക്കെ അതൊക്കെ ഉണ്ട്. ബട്ട് വൈ ആൻഡ് ഹൗ ഇറ്റ് ഈസ് എന്നുള്ളതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനറി സംഭവം എന്താണെന്നുള്ളതിനെ പറ്റി കൂടി കൺസെപ്ച്വലൈസ് ചെയ്യേണ്ടി വരും. എവല്യൂഷണറി ആയിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമൻസ് ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ റീസൺ തന്നെ മനുഷ്യനെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നുള്ളത് തന്നെയാണ്. എംപതി, മനുഷ്യൻ്റെ എംപതിയുടെ മാത്രം പുറത്താണ് ഹ്യൂമൻ റേസ് ഇത്രയും കാലം ഈ ഭൂമിയിൽ നിലനിന്നിട്ടുള്ളത്. കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർബലനായിട്ടുള്ള ഒരാളാണ്. ഇൻഫൻസ് മാത്രമല്ല, ഒരു മനുഷ്യൻ 17-18 വയസ്സാകുമ്പോഴേക്ക് ഒരു ഒരു ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എത്തുന്നുള്ളൂ. അത്രയും നീണ്ടു നിൽക്കുന്ന കാലഘട്ടം ആ മനുഷ്യന് വേറെ ഒരു അറ്റ്ലീസ്റ്റ് മിനിമം ഒരാളിൻ്റെങ്കിലും സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സ്പീഷീസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് സാമൂഹ്യ ജീവിതം ഒക്കെ ഉണ്ടായത്. കാരണം ഒരാൾ ഇപ്പോൾ ഒരാളെ കെയർ ചെയ്യാൻ ഇപ്പം അമ്മ തന്നെ ഉണ്ടാവണമെന്നില്ല. അമ്മ പ്രസവത്തിൻ്റെ സമയത്ത് മരിച്ചു പോവാം. അപ്പം വേറൊരാളായിരിക്കാം കെയർ ചെയ്യണത് ഒരു കുഞ്ഞിനെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു അമ്മൂമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം. അപ്പം അങ്ങനെ കെയർ ചെയ്ത് ഈ കൊച്ചിനെ സംരക്ഷിച്ച ഒരാൾ ഇവിടെ നിൽക്കുമ്പം അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേറൊരാൾ വേണം. അങ്ങനെ ആക്ച്വലി നമ്മളെ ഒരു 10 നമ്മൾ ജീവിച്ചിരുന്നത് എപ്പോഴും ഒരു ഗോത്രങ്ങളായിട്ട് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ കാലത്ത് ആ ഗോത്രത്തിലുള്ള എല്ലാവരും ഒരു ഫാമിലി എന്നുള്ളതിനപ്പുറം പരസ്പരം കെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെ നമ്മളുടെ ഇതിൽ ഇവോൾവ് ചെയ്ത് വന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം അതിജീവിച്ചു. നമ്മളാരും ഒരു ഫാമിലി ആയിട്ട് എല്ലാ കാലങ്ങളോളം ജീവിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലിയൊക്കെ നമ്മൾ ഇന്നാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഗോത്ര സമൂഹങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. ആ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്ന അത് മനുഷ്യൻ അതിജീവിക്കാൻ തന്നെ കാരണം മനുഷ്യനുള്ളിലത്തെ എംപതി ആണ് മനുഷ്യനെ ആക്ച്വലി ഇതിന് പര്യാപ്തനാക്കിയത്. ഇല്ലെങ്കിൽ മനുഷ്യനെ ഒരിക്കലും അതിജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതിൽ നിന്ന് തന്നെയാണ് ഈ കെയർ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിലൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി അൺകണ്ടീഷണൽ ഒന്നും അല്ല. നമ്മൾ കെയർ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കെയർ സ്വീകരിക്കുന്നും ഉണ്ട്. നമ്മളിപ്പോൾ കുഞ്ഞിനെ വളർത്തുമ്പോഴായാലും ആക്ച്വലി ഏതെങ്കിലും തരത്തിൽ വി ആർ ഗെറ്റിംഗ് ബാക്ക്. മനസ്സിലായി? അതിൻ്റെ സന്തോഷമായിട്ടായിരിക്കാം, കുഞ്ഞിന് ചിരി കാണുമ്പോഴുള്ള സന്തോഷമായിട്ടായിരിക്കാം, ഒരു കമ്പാഷനേറ്റ് ജോയ് അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഒരാളെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട വ്യക്തിയായി എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഈഗോനെ തന്നെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ രീതിയിൽ ഇത് ഒരു പ്രതിഫലവും കിട്ടാത്ത ഒരു സംഭവം അല്ല. ഞാൻ എവല്യൂഷണറി ആയിട്ടാണ് പറയുന്നത്. നമ്മളുടെ ഈ മാർക്കറ്റ്, ഈ സംഭവങ്ങളൊക്കെ ഇതിപ്പോൾ ഇന്ന് ഡെവലപ്പ് ചെയ്തതോ ഇന്ന് നമ്മുടെ സൊസൈറ്റിയുടെ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടായതോ ഒക്കെയാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കാലത്തും നമ്മൾ ഗോത്ര സമൂഹങ്ങളായി ജീവിച്ചിരുന്ന കാലത്തും നമ്മൾ കെയർ ചെയ്തിരുന്നു മനുഷ്യരെ. അപ്പം എന്ത് ചിന്തിക്കുമ്പോഴും ഒരു എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കണം എന്നാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടത്തിൽ ജീവിക്കുമ്പം വയസ്പ്രായമായ ആൾക്കാരും എല്ലാവർക്കും ചിലപ്പോൾ ചിലരുടെ കാലും ഒടിയും പൊട്ടും മുറിവാവും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കെയർ ചെയ്യണം ഒരു കുടുംബം. ഇപ്പോൾ ഈ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായതാണ്. ഇതില്ലാത്തതിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിതത്തിനെ പറ്റിയും നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് മനുഷ്യൻ ഇത്രയും എത്തിപ്പെട്ടത് എന്നുള്ളത്. മനുഷ്യൻ ഇത്രയും എത്തിപ്പെട്ടത് അവൻ്റെ ഈ കെയർ സിസ്റ്റം കൊണ്ട് തന്നെയാണ്. അവന് കെയർ കൊടുക്കാനുള്ള കഴിവ്, എമ്പതി, ഇത് അവൻ്റെ ഉള്ളിൽ സഹജമായിട്ടുള്ളതാണ്. ആ സഹജമായിട്ടുള്ള അതിൻ്റെ മനുഷ്യൻ ശരിയാണ്, മനുഷ്യൻ പരസ്പരം കൊല്ലും, അതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം ഉള്ളപ്പോഴും അവനവൻ്റേതെന്ന് അവർ കരുതുന്നതായിട്ടുള്ള ആളുകളെയെങ്കിലും ചേർത്ത് പിടിക്കാനുള്ള ഒരു എമ്പതി അവനിലുണ്ടായിരുന്നു. ഒരു പെർസ്പെക്റ്റീവാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ ഉണ്ടായി, മനുഷ്യൻ വീക്കായതുകൊണ്ടാണ്, മനുഷ്യന് നമ്മൾ വീക്കുകളായി ഉണ്ടായി, നമുക്ക് നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സമൂഹം ഉണ്ടായെന്ന് പറയുന്നത്. അത് ഒരു വ്യൂ ആണ്. കാരണം അത് ലോകത്തിൽ ഒരുപാട് പേരത് സമ്മതിക്കുന്നില്ല. മനുഷ്യൻ ആദ്യമായിട്ട് ഒരു സാമൂഹ്യ വ്യക്തിയായിട്ടാണ് നമ്മൾ വീഴുന്നത് തന്നെ. അപ്പം നമ്മുടെ കുറവുകളൊക്കെ വസ്തുത്തിൽ ഈ സാമൂഹ്യ ജീവിതത്തിനുള്ളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യന് ഒരു കുറവുമില്ല. മറിച്ച് ഇത് സാമൂഹ്യ ജീവിയായി വീഴുന്നതുകൊണ്ടാണ് നമ്മുടെ കുറവുകളോടുള്ള നമ്മുടെ ആദ്യ റെസ്പോൺസ് വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ആയിരിക്കും. അല്ലാതെ നമ്മൾ വേറെ തരത്തിലല്ല. അപ്പോൾ നമ്മൾ ഈ അതായത് നമ്മൾ ആദ്യം ഉണ്ടായി, അതിനുശേഷം നമ്മൾ കുറവുകളുള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവർ വേണ്ടി വന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് സഹജമായി റെസ്പോണ്ട് ചെയ്യാനുള്ള ഇതൊരു പെർസ്പെക്റ്റീവാണ്. നമ്മൾ അതിൻ്റെ രീതിയിൽ നിന്ന് നമുക്ക് കെയറിനെ പറ്റി സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. മാം പറഞ്ഞതിനോടൊരു മാം പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പ്രൈമോഡിയൽ ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റലി ഏതൊരു ഡെമോക്രറ്റൈസേഷൻ്റെയും ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ റിഡക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ഒരു തിയറൈസേഷനാണ്. ഇപ്പോൾ മാം പറയുമ്പോൾ നമ്മൾ ഒരു ഫിനോമിനൽ ലെവലിന് അപ്പുറത്തേക്ക് ഒരു അബ്സ്ട്രാക്ട് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ആ തിയറൈസേഷൻ്റെ പ്രശ്നം അവിടെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ എന്തിനെയാണോ ഡെമോക്രറ്റൈസ് ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി തിയറൈസേഷനിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. പക്ഷേ ഇപ്പോൾ മാം പറയുന്ന രീതിയിൽ വീണ്ടും റിഡക്ഷനിസ്റ്റിക് ആയിട്ടൊരു സ്കീമിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. നമുക്കൊരു ഫിനോമിനൽ ലെവലിൽ നിന്ന് തന്നെ കെയറിന് അഡ്രസ്സ് ചെയ്താൽ പോരെ ശരിക്കും. ഞാൻ റിഡ്യൂസ് ചെയ്യാനുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, ഫിനോമിനൽ എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യജീവികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും മിനിമം ലെവലിലാണ് റിഡക്ഷൻ. ഒന്നിന്ന് റെഡ്യൂസ് ചെയ്യാന്നല്ല, ഒന്നവിടെ ഉണ്ട് അതൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊല്ലുകയെന്നല്ല. എന്തുള്ളൂ എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണേന്ന് പകരം ഇപ്പോൾ ഡെമോക്രറ്റൈസിംഗ് എന്നുള്ള ഒരു അല്ലെങ്കിൽ ഫിനോമിനൽ ആയിട്ടുള്ള ഒരു ഇങ്ങോട്ട് നോക്കണതിന് പകരം എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെ നിന്ന് നോക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നോക്കാൻ പറ്റുക. അതിന് നമ്മൾ ഒന്നിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു, മറ്റൊരു നിന്ന് അല്ല മാമിൻ്റെ എൻ്റെ വാക്കുകൾ പറയുമ്പോൾ എനിക്ക് കിട്ടിയ അതാ പറയാം, അങ്ങനെ സാധനം ശരിക്കും ഉണ്ടോ? ഐ മീൻ ഞാൻ ചോദിക്കുകയാണ്. മനുഷ്യരുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ജീവികളുണ്ടല്ലോ, സംതിങ് ഈസ് ദർ, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞാൽ ഈ നമ്മളീ കാണുന്ന ഫിനോമിനൽ ലെവലിലുള്ള കുറേ ഇൻസ്റ്റൻസസിനപ്പുറത്തേക്ക് മനുഷ്യന് ഫണ്ടമെന്റലി തിയറൈസ് ചെയ്യാനറിയാം. പക്ഷേ ഈ തിയറൈസേഷൻ അപ്പുറത്തേക്ക് മാം ചോദിക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ മറ്റേ ലോക്കിൻ്റെ ഇത് പറയുന്ന പോലെ പോകേണ്ടി വരും നമ്മൾ. ഇത്രയും ഈ മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഞാൻ ചോദിച്ചത് ഇത് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ. കാരണം നമ്മൾ ഏത് ലെവലിൽ ഒന്ന് നമുക്ക് കെയറിനെ പറ്റി നമുക്ക് ഇന്ന് ഉള്ള ഫിനോമിനലായിട്ടുള്ള സാധനങ്ങളുണ്ട്. അത് ശോഭ ചോദിക്കുന്നത് അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ ഫണ്ടമെന്റലായിട്ട് ആലോചിച്ചിട്ട് വേണ്ട ഇതിലേക്ക് തിരിച്ചു വരാം. ഇത് കറക്റ്റ് ഒരു നിയമമാണ്. അത് വേണ്ട, നമ്മൾ ഇപ്പോഴുള്ള സ്ട്രക്ചറിൽ വെച്ച് തന്നെ അല്ല, ഇപ്പോഴുള്ള സ്ട്രക്ചറിൽ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ സ്ട്രക്ചറിനെ നമുക്ക് വിപുലപ്പെടുത്താം. പക്ഷെ നമ്മൾ അതിന് പുറത്തോട്ട് പോകുന്നത് അതിനേക്കാളും പ്രിമിറ്റീവായ ചോദിക്കുന്നത് സയൻസത്തിനൊരു അൺനെസസറിയാണ് എന്ന് നമുക്ക്. സോറി, ഞാനിത് ആലോചിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ളൂ. നമ്മള്
സ്ട്രക്ചറിന് നമുക്ക് പുറത്താണോ, പുറത്തുണ്ടോ, നമുക്ക് പുറത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടോ, നമുക്ക് പുറത്തൊരു സംഭവം ഉണ്ടോ, നമുക്ക് പുറത്താണോ അവിടെ നമ്മൾ ചെയ്യുന്നതാണോ നമ്മുടെ സമൂഹം എന്ത് പറയും, സമൂഹം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആൾക്കാരിങ്ങനെ നമ്മളെ ഈ പറഞ്ഞ പയസീവായിക്കൊണ്ടിരിക്കും, നമ്മളന്നെ നമ്മളോട് പയസീവായിക്കൊണ്ടിരിക്കും. വാട്ട് ഈസ് ഇറ്റ് ആഫ്റ്റർ സമൂഹം നമുക്ക് പുറത്ത് അങ്ങനെ ഉണ്ടോ, അതോ നമ്മൾ ചെയ്യുന്നത് തന്നെയാണോ നമ്മുടെ സാമൂഹികത, നമ്മൾ തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണോ, അല്ലെങ്കിൽ നമുക്ക് പുറത്തുണ്ടാകുന്ന എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ആ ഒരു സാധ്യതകളെ അതിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് നിൽക്കുക, സോക്കാൾഡ് സ്ട്രക്ചറിനെ നമുക്ക് പുറത്തുള്ളൊരു സ്ട്രക്ചറിനെ നമ്മളിങ്ങനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് നിൽക്കുകയുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ അതർ ഹാൻഡ്, അതർ വേ റൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ മേക്ക് us more responsible. If we are making the social, if we are interactive and if we are the so-called beings who are making the social, then it will make us more responsible, our actions more responsible. അങ്ങനെ ഒരു രീതിയിലേക്ക് അത് മാറും. അല്ലെങ്കിൽ അല്ലാത്തടത്തോളം സമൂഹം നമുക്ക് പുറത്തുണ്ട്. ഈ സമൂഹം എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാതിരിക്കേണ്ടത്, ആ രീതിയിലുള്ളൊരു പൊസിഷനിങ് മാത്രമേ നമുക്ക് സാധ്യമുള്ളൂ. ആ സോഷ്യൽ പൊസിഷനിങ് മാത്രമേ സാധ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ പൊസിഷനിങ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഒപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടാണോ നമ്മളിത് ആലോചിക്കേണ്ടി വരുന്നത്. ഓൾ ദീസ് ആർ ഒപ്രസിങ് us, അല്ലേ? അപ്പോൾ എന്തൊക്കെയോ തരത്തിൽ ഒപ്രസ് ചെയ്യുന്നുണ്ട് മനുഷ്യജീവികളെ. സംഭവം അതിൻ്റെ ഹയറാർക്കി ആയാലും പൊസിഷനിങ് ആയാലും അതുണ്ടാക്കുന്ന നിർബന്ധങ്ങളായാലും അല്ലെങ്കിൽ ബന്ധങ്ങളായാലും ഇതൊക്കെ നമ്മളെ സംഭവം oppressing us, or it's not ഇങ്ങനെയല്ല വേണ്ട, ഇങ്ങനെ നമ്മളെ ഷട്ട് ഓഫ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഷട്ട് ഓഫ് ഫ്രം ദിസ്. അപ്പൊ അത് എന്താണ്, ആരാണ് ഷട്ട് ഓഫ് ചെയ്യുന്നത്, എന്തിനാ നമ്മൾ ഷട്ട് ഓഫ് ചെയ്ത് കളയുന്നത്? Is it away from us? നമുക്ക് പുറത്താണോ അത് നമുക്ക് പുറത്താണെങ്കിൽ അല്ല, അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത്. അല്ലേ, ഞാൻ ആലോചിച്ചത് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞത്, ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു തിയറൈസേഷനിലേക്ക് നമുക്ക് പുറത്തല്ല ഈ സ്ട്രക്ചർ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് പുറത്തൊരു വലിയ സ്ട്രക്ചർ ഉണ്ടെന്നും അത് നമ്മളെ ഒരു ഹൈറാർക്കി ഉണ്ടെന്നും നമ്മൾ ഇതിലൊന്നും പെടാത്ത കുറെ മനുഷ്യർ, കുറെ മെച്ചപ്പെട്ടവര്, അല്ലെങ്കിൽ കുറെ ഇതൊന്നും ഇതിന്റെ പാപം നമുക്കില്ല, ഉണ്ടായതിന്റെ പാപം നമുക്കില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ പെട്ടുപോയത് അങ്ങനെയാണോ? അതല്ല, നമ്മൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഹിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സോഷ്യൽ ഫാബ്രിക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ആർ ടെലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഈ സമൂഹമാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലാരിറ്റീസൊക്കെയുള്ള കാര്യമില്ല. ഫണ്ടമെന്റലി ആ ഒരു മെത്തഡോളജിയുടെ ലിമിറ്റേഷൻസ് കൊണ്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തെത്താനാണ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ ശ്രമിക്കുന്നത്. അതേ മെത്തഡോളജി തന്നെ പിന്നെ ഇതാക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ഭയങ്കര അഗ്രസീവായി പോവില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇത്രയും നമ്മൾ പോയത് മുഴുവൻ വെറും ഫിലോസഫിക്കലായി പോകത്തില്ലേ എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഒരു സ്ഥലത്ത് നമ്മൾ എത്രമാത്രം, കാരണം അത് ഒരുവിധമായിരിക്കും ഇതിന്റെ കൗണ്ടർ ഫാക്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ആശാ വർക്കേഴ്സിനെ പറ്റി, വേറെ സമൂഹത്തിലെ ആശാ വർക്കേഴ്സിനെ നോക്കി എനിക്ക് തൈവാനിലെ, കാരണം തൈവാൻ ലോക്ക്ഡൗൺ ഇല്ലാതെ ഈ കോവിഡിനെ നേരിട്ട് ഒരു സമൂഹം ഇവരിത് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മറ്റേ ഔഡ്രി ടാങ് എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഡിജിറ്റൽ മിനിസ്റ്ററാണ്. അവർ വന്നിത് കംപ്ലീറ്റ് മൊബൈൽ ഫോൺ ബേസ്ഡുള്ള ഡേറ്റ ട്രാക്കിംഗ് ആക്കി. അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ, നിങ്ങൾ സാധനം കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്യണം, ഇങ്ങനെ എല്ലായിടത്തും നിങ്ങളുടെ ഡേറ്റ കൊടുക്കണം. അപ്പോൾ അവർ ഒരു പുതിയ ഡേറ്റ കളക്ഷൻ സെൻറ്റർ പോലും തുടങ്ങിയില്ല. അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഈ ഡേറ്റ കൊടുക്കണം. എന്നിട്ട് ഈ ഡേറ്റ, അപ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരും എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ കോവിഡ് ഉണ്ടെങ്കിൽ ആ ഡേറ്റയും അതിനകത്ത് പോകും. അപ്പോൾ കോവിഡുള്ള ആൾക്കാർ എവിടെയാണുള്ളതെന്ന് അറിഞ്ഞിട്ട് ഡൈനാമിക്കായിട്ട് അങ്ങോട്ടുള്ള ആക്സസ് അവർ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇവർ ഒരിടത്തും, ഇതാണ് ഡെമോക്രസിയുടെ ഓരോ ഇതാണ്. ഒന്നാമത് പുതിയ ഡേറ്റാ സെൻറ്റേഴ്സ് ഇല്ല, രണ്ട് വോളണ്ടറി ഡേറ്റയാണ്, മൂന്നാമത് ഇവർ പറഞ്ഞ ഒരു സ്ഥലത്തും ഒരു ഡേറ്റാ ബേസിലും എല്ലാ ഡേറ്റയും കൂടെ കൂട്ടിവെക്കത്തില്ല. ഇന്ത്യ നമ്മളതാണല്ലോ, ഇത് ചെയ്തിട്ട് ഇത് മുഴുവൻ ബ്ലാക്ക് നെറ്റ് വിറ്റ് ആൾക്കാർ പൈസ ഉണ്ടാകും. പക്ഷേ അവർ പറഞ്ഞു ഒരു സ്ഥലത്തും ഡേറ്റ കാണത്തില്ല. പിന്നെ ഒരു ഡേറ്റയും 28 ദിവസത്തിൽ കൂടുതൽ ഒരു സിസ്റ്റത്തിലും കാണില്ല. എന്നിട്ട് അവിടുത്തെ ആശാ വർക്കേഴ്സ് ഇവർ കുറേ സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ള ഹാക്കേഴ്സിനെ മൊബിലൈസ് ചെയ്തു.
ഈ ഹാക്കേഴ്സ് നെറ്റ്വർക്കിൽ പോയിട്ട് അവരാണ് ഇതിനെ മുഴുവൻ മാപ്പ് ചെയ്യുന്നത്. അതായത് ഈ കോൺസെൻട്രേഷൻ എവിടെയാണ് കോൺസെൻട്രേഷൻ ഉണ്ടാകാനുള്ള ആഗ്രഹം, എവിടുത്തെ സ്ഥലങ്ങളിലാണ് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, ഈ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്ത് ഇത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഈ എന്നെ ഇതിനകത്ത് പേടിപ്പെടുത്തിയ കാര്യം ആശാ വർക്കേഴ്സിനെ ഇവരെ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യുക, മറിച്ച് അവരിൽ കൂടെയുള്ള സാധനങ്ങൾ സർവൈലൻസ് ഇത് ചെയ്യാതെ ഇതെന്നെ ഒരു ഡെമോക്രാറ്റിക് ഇൻ്റർവെൻഷനാണ് ഒരു സ്ഥലത്ത് ഒരു കെയറിങ് സിറ്റുവേഷനിൽ ഹൈ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ഡെമോക്രാറ്റിക് ഇൻ്റർവെൻഷൻ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ കെയർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ അറിയുന്ന പോലെ ഇൻ്റർപേഴ്സണൽ സാധനമല്ല, ഇതൊരു എമ്പതിയുടെ ഒന്നും പ്രശ്നമല്ല, ഒരു ഹൈടെക് ഹാക്കിങ്ങിൽ കൂടെ നടക്കുന്ന ഒരു. അപ്പോൾ അവരൊരു ട്രാൻസ്ജെൻഡർ വളരെ ഒരു സോഫ്റ്റ്വെയർ ഗീക്ക് ആയതുകൊണ്ട് അവർക്ക് വളരെ ഷാർപ്പായ ഒരു സെൻസ് ഉണ്ട് ഡെമോക്രാറ്റിക് ആ കെയറിങ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ എന്തുവാണ് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുകയല്ല, നമ്മൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ആശാ വർക്കേഴ്സിനെ കൊണ്ടും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിന് ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഈ എന്തോ ആണ് കെയർ എന്നുള്ളതിനെ പറ്റി ചിലപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ആ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഈ പറയുന്ന ഡീപ്പായിട്ടുള്ള ഒരു ഫിനോമിനൽ ലെവലിന് അപ്പുറത്തേക്കുള്ള ഒരു അബ്സ്ട്രാക്ഷനിലേക്കുള്ള എന്ത് പോസിബിലിറ്റി നമുക്ക് ഉള്ളതെന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു നോർമൽ ലെവൽ അബ്സ്ട്രാക്ഷൻ എനിക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ കെയർ എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയ നമുക്കുണ്ട്. പക്ഷേ മാം പറയുന്നത് എനിക്കൊന്നും അതിന്നും കുറച്ചും കൂടെ പുറകോട്ട് പോയിട്ട് ഈ കാണ്ടിൻ്റെ കാര്യം പറയുന്ന പോലെ നോമിന ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, ആ പ്രശ്നം അവിടെ നിൽക്കില്ല എപ്പോഴും. ചിലപ്പം അറിയില്ല കെയർ എന്നുള്ളത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഐഡിയ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് സീ ഇഫ് വി ക്യാൻ. അങ്ങനെ ഒരു കെയർ എന്താന്ന് ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസസിൻ്റെ ഒരു ജനറലൈസ്ഡ് ഐഡിയ അല്ലാത്ത ഒരു കെയർ നമുക്കൊരു അതിനൊരു ഡെഫിനേഷനോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നു എന്നുള്ളത്. അത്തരം കുറേ ജനറലൈസേഷൻ ബേസ്ഡാണ് ഇപ്പോൾ ഈ നമ്മളീ പറയുന്ന എന്താ പറയുക സാറ് തന്നെ പറഞ്ഞ കുറേ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണല്ലോ നമ്മളിങ്ങനെ ഓൾറെഡി ഒരു ഐഡിയ എന്നുള്ള ഇതിനപ്പുറത്ത് കുറേ സ്റ്റാൻഡേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ പെർട്ടിക്കുലർ എൻക്വയറിയിലേക്ക് പോകുമ്പോൾ അത് എങ്ങോട്ടൊക്കെ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അത് ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അത് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ആ സാധ്യത എനിക്ക് എൻവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ മാം മാം ഞാനൊരു രീതിയിലും തിരസ്കരിക്കുക അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പം കെയറിനെ വാല്യൂസ് ആയിട്ടും റെസ്പോൺസിബിലിറ്റി ആയിട്ടൊക്കെ കാണുന്ന സമയത്ത് കുറച്ചും കൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിനെ എന്തിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നതിന് മുമ്പ് പോസിബിലിറ്റി ആയിട്ട് കണ്ടതിൽ എനിക്കൊരു കാര്യം മാം പറഞ്ഞതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിത് പോസിബിലിറ്റി ആയിട്ട് പറയുമ്പം അതിനെ ആക്ച്വലൈസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പം എനിക്കത് വേർഡ്സിൽ പുട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ അതൊരു ഗ്രോണപ്പായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അത് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് സ്കൂൾസിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവിടെ കുറേ കാര്യങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളത് ഒരു സെൽഫ് സഫിഷ്യൻസി ആയിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഡെമോക്രസി ഈ രീതിയിലൊക്കെ നമ്മളിതിനെ പല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് സ്കൂൾസിലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ആ ഒരു ട്രെയ്റ്റായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റിനെ ആക്ച്വലൈസ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ മാം പറഞ്ഞ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ പറ്റും എന്ന് തോന്നുന്നു. എനിക്കറിയില്ല എനിക്ക് പറയാൻ ഉദ്ദേശിക്കണ കൺവേ ആവുന്നുണ്ടോ എന്ന്. അതായത് നമ്മളിപ്പം ഗ്രോണപ്പ് ആയതിനു ശേഷം പല കാര്യങ്ങളും നമുക്ക് നോർമലൈസ്ഡ് ആയിട്ട് നമ്മൾ കണ്ട് നോർമലൈസ് ആയിട്ട് തുടങ്ങിയിട്ട് ഉള്ള സമയത്ത് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതും ഇതിലുള്ള അബ്നോർമാലിറ്റി കുറച്ചും കൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടെ ഈ കെയർ എന്നുള്ള കോൺസെപ്റ്റിനെ അതെന്താന്ന് കണ്ടുപിടിച്ച് അത് കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ
കഴിയുവാണെങ്കിൽ അത് പല രീതിയിൽ, ഇപ്പം ഈ സെൽഫ് സഫിഷ്യൻസി എന്നുള്ളൊരു പെർട്ടിക്കുലർ സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ അതിനെ കെയർ ഗിവറിൻ്റെ സെൽഫ് സഫിഷ്യൻസി ആയിട്ട്, അതായത് പല സമയത്തും കെയർ ഗിവേഴ്സ് അവർ തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് കെയർ ഗിവിങ് ചെയ്യാറ്. അതവരുടെ സെൽഫ് സഫിഷ്യൻസി ഇല്ലായ്മ ആണ്. നമ്മൾ കാണുമ്പം അവർ സെൽഫ് സഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് കെയർ ഗിവിംഗ് എന്ന് തോന്നുമെങ്കിലും, എസ്പെഷ്യലി ഇപ്പോൾ മദേഴ്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി അവർ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്തത്, വർക്കേഴ്സ് ആണെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഈ മാർക്കറ്റിങ്ങിൽ ഉള്ള കാര്യങ്ങളായിട്ടും സോ നമ്മളിപ്പോൾ ഞാൻ കുറേ കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ കുറച്ചും കൂടെ ഡൗട്ട്സൊക്കെ ചോദിക്കുവാണെങ്കിൽ, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനെക്കാട്ടിലും അവർ മരുന്നിൻ്റെ കൂടെ ആങ്സൈറ്റിയുടെ മരുന്നും കൂടെ എഴുതി തരും. സോ അതൊരു ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നം. ഐ ഡോണ്ട് സേ ഇറ്റ്സ് റോങ്. അതിന് വേറെ അതിൻ്റെ അവരുടെ റീസൺസ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതൊരു നോമായിട്ട് അവർ ക്യാരി ചെയ്യുന്ന കാര്യമാണ്. അതിന്ന് പുറത്ത് കടക്കാൻ മേ ബി അവർക്ക് കുറച്ചും കൂടെ മുമ്പായിരിക്കും പറ്റുന്നുണ്ടാവുക, അതിലോട്ട് ഇറങ്ങിയതിന് ശേഷമായിരിക്കില്ല. അപ്പം ആ ഒരു ഇൻറ്റഗ്രിറ്റി അവിടെ ഇത് വളരെ കൃത്യം കെയർ ഇല്ലാത്തൊരു ഇടമാണത്. ആ മൊമെന്റ് മീൻസ് അതായത് കൂടെയുള്ള ആള് സിമിലർ സെൽഫ് മുമ്പിലിരിക്കുന്ന ആള് അല്ലേ, പേഷ്യന്റ് ആണോ അല്ലയോ അതിന്റെ മുമ്പ് ഈ ആളൊരു ജീവിയാണല്ലേ. അപ്പൊ ഈ ജീവിക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഈ ജീവിയുടെ മേല് കൊടുക്കുന്നത് കെയറില്ലായ്മയാണ്. അപ്പൊ കെയറിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ കെയറില്ലായ്മയിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അതെൻ്റെ അവകാശമാണെന്ന് ഞാൻ അതല്ല അതിൻ്റെ എൻ്റെ അവകാശമാണ്. ഞാൻ അതുകൊണ്ട് അത് എക്സ്പ്ലനേഷൻ തന്നേ പറ്റൂ. അല്ല ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കെയറിനേക്കാൾ അപ്പുറം കമ്പാഷൻ്റെ ഒരു ഇഷ്യൂ ആണത്. കമ്പാഷൻ ആൻഡ് കെയർ രണ്ടും തമ്മിൽ വളരെ പരസ്പര ബന്ധമുള്ള ഒരു കാര്യമാണ്. ഡോക്ടറെ മുമ്പിലിരിക്കുന്ന രോഗിയുടെ സഹനങ്ങളെപ്പറ്റി ബോധവാനാകുകയും ആ സഹനം ദൂരീകരിക്കാനുള്ള ഇത് ഡോക്ടർ ചെയ്യുകയും ചെയ്യണം. അതാണ് ഡോക്ടറെ കടമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ കമ്പാഷൻ്റെ കാര്യത്തിൽ കമ്പാഷൻ എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഡോക്ടർക്ക് ഉറപ്പായും കമ്പാഷൻ ഉണ്ട്. ആ ഡോക്ടറെ ക്രൂരനായിട്ട് കാണരുത് ഒന്നാമത്. പക്ഷേ എന്തുകൊണ്ട് ആ ഡോക്ടർ അങ്ങനെ ആ കമ്പാഷൻ ഉണ്ടായിട്ടും അങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതിന് ചോദ്യത്തിന് ശാസ്ത്രം കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്. അതായത് സമയം ഒരാൾക്ക് സമയമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അയാൾ കമ്പാഷനേറ്റ് ആയിട്ട് ചിലപ്പോൾ ബിഹേവ് ചെയ്യില്ല. അതായത് നമ്മൾ ഭയങ്കര അതിനൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആ കമ്പാഷൻ്റെ ബുക്കിൽ കൃത്യമായിട്ട് ആ എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. അതായത് സെമിനാരിയിൽ നിന്ന് വരുന്ന പഠിക്കുന്ന കുട്ടികളെ 2 ഗ്രൂപ്പായി തിരിക്കുകയാണ്. അവർ കമ്പാഷനൊക്കെ ഉള്ള കുട്ടികളാണ്, സെമിനാരിയിൽ അച്ഛനാവാൻ പഠിക്കുന്നവരാണ്. അവർ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവർക്കൊരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു ലെക്ചർ ഹാളിൽ പോയിട്ട് ക്ലാസ് എടുക്കണമെന്ന്. ഒരു കുട്ടികൾ വരികയാണ്, ലെക്ചർ ഹാളിലേക്ക് തിരക്ക് പിടിച്ച് വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിനോട് പറയും നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ നേരം വൈകിയിരിക്കുന്നു, വേഗം ഓടിപ്പോയി കയറണം. മറ്റൊരു ഗ്രൂപ്പിനോട് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ലെക്ചർ ഉള്ളൂ. ഒരു 50 കുട്ടികളിങ്ങനെ വരുന്ന സമയത്ത് അവരുടെ മുമ്പിലേക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞിരിക്കുന്നു, കാല് മുറിഞ്ഞിട്ടോ കൈ മുറിഞ്ഞിട്ടോ. ഈ സമയമില്ലാത്ത ആൾ ആക്ച്വലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, സമയമില്ലാത്ത കുട്ടികൾ ഈ മിക്കവരും ഇയാളെ കണ്ട ഭാവം നടിക്കാണ്ട് ഓടിപ്പോകും. കാരണം അവർ ഓൾറെഡി നേരം വൈകി, അവർക്ക് ഇയാളെ സഹായിക്കാൻ സമയമില്ല. ആ സമയത്ത് 1 മണിക്കൂർ കഴിഞ്ഞേ ക്ലാസ് ഉള്ളൂ എന്ന് പറയുന്ന കുട്ടികൾ മിക്ക ആൾക്കാരും അയാളെ സഹായിക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് ഫാസ്റ്റ് ലൈഫും സമയം ഇല്ലായ്മയും വരുമ്പം നമ്മൾ കമ്പാഷൻ മാറ്റി വയ്ക്കും. നമുക്ക് സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നോക്കിയില്ല എന്ന് വരും. ഡോക്ടറുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഡോക്ടറുടെ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡോക്ടർക്ക് ഒരുപാട് രോഗികളുണ്ടാവും, കാത്തു നിൽക്കുന്നവരുണ്ടാവും. ഡോക്ടർക്ക് 5 മിനിറ്റിനുള്ളിൽ ഈ കാര്യം കഴിക്കണം. അപ്പം ഇവർ പറയണത് മുഴുവൻ കേൾക്കാനുള്ള സമയം ഡോക്ടറുടെ കയ്യിലില്ല. കമ്പാഷൻ ഡോക്ടറുടെ മനസ്സുണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സമയം വേണം. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിനോട് ക്ഷമിച്ചേക്കാം. അങ്ങനൊരു സാധനം നമ്മൾ ഇതിനകത്ത് കൊണ്ടിടണം. അതായത് കെയറിൻ്റെ കൂടെ കമ്പാഷൻ നോക്കണം. ഡോക്ടർമാരുടെ കമ്പാഷനെ പറ്റി നമ്മുടെ ചാക്യാരന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, യമക്രൂര വൈദ്യക്രൂര. യമനാണോ വൈദ്യനാണോ ഏറ്റവും ക്രൂരൻ? അപ്പം വൈദ്യനാണ് ക്രൂരൻ. കാരണം യമൻ നിങ്ങളുടെ ജീവിതം മാത്രമേ എടുക്കൂ, ഡോക്ടർ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും എടുക്കും. അവർ ഭയങ്കര ഇൻറ്റ്യൂഷനാണ്. ഡോക്ടേഴ്സ് ആർ ക്രൂവൽ എന്നുള്ളത് നമ്മുടെ സൊസൈറ്റികളിലെല്ലാം ഉള്ള ഒരു
ഇൻറ്റ്യൂഷനാണ്. അത് പക്ഷേ ആ ഇൻറ്റ്യൂഷനൊക്കെ അതൊക്കെ ആന്ത്രോപോളജിസ്റ്റ് പഠിക്കേണ്ട കാര്യമാണ്. എവിടെ നിന്നാണ് ആ ഇൻറ്റ്യൂഷൻ ഇത്രയും നമ്മളെ സഹായിക്കുകയും ആരോഗ്യം നിലനിർത്തും, നമ്മുടെ പെയിൻ അലീവിയേറ്റ് ചെയ്യുന്ന ഒരാളെ മിത്തിക്കൽ ഇൻറ്റ്യൂഷൻ എങ്ങനെയാണ് ക്രൂവൽ എന്നുള്ള അത് അതിൻ്റെ ഒരു ശരി. അത് പറഞ്ഞ പോലെ തന്നെ അത് അവരുടെ ചീത്ത സ്വഭാവമൊന്നും ആയിരിക്കണമെന്നില്ല. അത് ഈ കെയർ സിറ്റുവേഷൻ്റെ ഇൻഹറൻറ്റ് ഒരു ഡിമാൻഡായിരിക്കും അവിടെ ക്രൂവലായിട്ടുള്ള ഇൻ്റർവെൻഷൻ എന്നുള്ളത്. സാർ ഇത് ചോദിച്ചു വരുന്നത് ഇപ്പം അമ്മ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു, എൻ്റെ മോളെയും കൂടി കൊല്ലണത് കെയറാണോ? അമ്മ തീരുമാനിച്ചു, കുട്ടീനെയും കൂടി അങ്ങനെയുണ്ടല്ലോ, അമ്മയച്ഛനെ സൂയിസൈഡ് ചെയ്ത് കുട്ടീനെയും കൊന്നു. മിക്കവാറും ഞാൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ കൊച്ചിനെയും കൊല്ല, കാരണം അല്ലെങ്കിൽ അവൾ ആരും നോക്കും. അപ്പം അതൊരു കമ്പാഷനിൽ നിന്ന് വരേണ്ടതാണ്. പക്ഷെ അത് കെയർ ആണോ എന്ന് അറിയില്ല. അതുപോലെ ഇപ്പോൾ ഡോക്ടർ ആൻസൈറ്റിയുടെ മെഡിസിൻ വെച്ചത് കെയർ ആണോ? പക്ഷെ അത് കമ്പാഷൻ ആണ് പറയാൻ പറ്റില്ല, കാരണം ആൻസൈറ്റിയുടെ ക്രൈറ്റീരിയ വേറെ കുറച്ചുണ്ട്. കെയറിന്റെ ലോജിക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ കോംപ്ലിക്കേറ്റഡ്. കാരണം ഈ ഗ്രീസിലൊരു ഒരു അമ്മയുണ്ടല്ലോ, who is the one who killed her daughter? Who is the Greek Medea എന്ന് പറഞ്ഞാൽ അവരുടെ 2 കുട്ടികളെ അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു 2 കുട്ടികളെ അവർ കൊല്ലും. അപ്പോൾ ഇത് ഈ ഫൗണ്ടറുടെ അടുത്തൊരു സിനിമയുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ അമ്മ ഈ മക്കളെ കൊല്ലാൻ വേണ്ടി 2 കുട്ടികളെയും 2 കയ്യിലും പിടിച്ച്, അവരുടെ ഒരു കയ്യിൽ കത്തിയുണ്ട്, പോകുന്ന വഴി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. ഈ പോകുന്ന വഴിക്ക് ഒരു കുട്ടി താഴെ വീഴും. അപ്പോൾ ഈ അമ്മ കത്തിയൊക്കെ മാറ്റി വെച്ച് അതിൻ്റെ മുട്ടൊക്കെ തിരുമ്മി ശരിയാകും. കൊല്ലാൻ വേണ്ടിയത് പക്ഷേ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് വലിയൊരു കെയറുണ്ട്. അതിപ്പോൾ നമ്മുടെ ആനിമൽ കെയർ ഉണ്ടല്ലോ, നമ്മൾ മറ്റേ ബുച്ചറിയിൽ അവസാനം കൊല്ലുന്നവരെ നമ്മൾ ഒരിക്കലും ആ ആനിമലിനെ ടോർച്ചർ ചെയ്യാൻ പറ്റില്ല. എല്ലാ നിയമപരമായ കെയറും കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് കൊല്ലും. അപ്പോൾ ഈ കെയറിന് അങ്ങനെ ഒരു ലോജിക്കുണ്ട്. കാരണം ഇത് ഈ അവസാനം സംരക്ഷിക്കുക അങ്ങനെയൊന്നുമല്ല. യു ക്യാൻ ഹാവ് മോമെൻറ്റ് ഓഫ് എ വെരി harsh and terror that you can actually embody care very well. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇത്രയും കാര്യം കൗണ്ടർ ഫാക്ച്വൽസ് കൺസിഡർ ചെയ്യുന്ന നമ്മളെ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കാൻ സഹായിക്കുന്നുണ്ടോ എന്നുള്ള ഇതും ഉണ്ട്. വൈ ഷുഡ് വി കോംപ്ലിക്കേറ്റ്? കാര്യം ഡിജിറ്റൽ പാസ്റ്റിൽ പിന്നീട് വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ടാണ് ഷീസ് കില്ല് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പക്ഷേ മേ ബി ആ പ്രോക്സിമൽ വീണപ്പം ഇതെന്ന് പറയുന്നത് പ്രോക്സിമൽ അറ്റ് ദാറ്റ് ടൈം മൊമെൻറ്റ് ദാറ്റ്സ് ദ ആക്ഷൻ കമ്പാഷൻ. പിന്നെ ചിലതൊക്കെ ചിലപ്പോൾ ഒരു റിഫ്ലക്സീവ് അങ്ങനെ ഉണ്ടാവും, ഒരു റിഫ്ലക്സ് പോലെ നമ്മൾ ചെയ്തു എന്നിരിക്കും. കമ്പാഷൻ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഒരാൾ ചിലപ്പം വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ സഹായിക്കുന്നത്, ഇപ്പോൾ ഒരു ദുരന്ത മുഖത്ത് ഇപ്പോൾ നമ്മൾ വയനാട് ഫ്ലഡ് ഉണ്ടായി, ഇപ്പോൾ കുറേ പേര് സഹായിക്കാൻ ഓടിച്ചെന്നു. ആ സഹായിക്കാൻ ഓടിച്ചെന്ന ആൾക്കാരെല്ലാം കമ്പാഷൻ്റെ ബേസിൽ പോകണതൊന്നും ആവണമെന്നില്ല. അതിൽ ഗുണ്ടകളൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ നിന്നുള്ള എന്താ പറയുക, പാറമട തൊഴിലാളികളും അവരുടെ പാറമട ഈ മുതലാളിമാർ അവരുടെ ലോറിയൊക്കെ വിട്ടുകൊടുത്ത് ഫ്ലഡ് ഉണ്ടായപ്പം അവരാണ് അവരൊക്കെ ഗുണ്ടകളും കൊട്ടേഷൻകാരുമാണ്. അവരാണ് പോയിട്ട് ആദ്യം പോയി രക്ഷിച്ചത്. അതവരുടെ കമ്പാഷൻ കൊണ്ടൊന്നുമല്ല, അത് മനുഷ്യൻ്റെ ഒരു അത് കമ്പാഷൻ കൊണ്ട് മാത്രമല്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ചില കാര്യങ്ങൾ വളരെ സങ്കീർണമാണ് മനുഷ്യൻ്റെ യാന്ത്രികമായി. അല്ല ഒരു അത് നമ്മൾ അപ്പം തന്നെ ചെയ്യും. അല്ല അത് റിഫ്ലെക്സീവായിട്ട് വരുന്നത് ഒരു സാധാരണ ചില കാര്യങ്ങൾ വളരെ യാന്ത്രികമായിട്ട് വരുന്ന ഗുണ്ടയ്ക്ക് കമ്പാഷൻ ഇല്ലാതിരിക്കാനൊരു സാധ്യത. കമ്പാഷൻ ആരും കുത്തയൊന്നുമില്ല. അതെ, ഗുണ്ടയ്ക്കും ആവാം, ഗുണ്ടയ്ക്കും അമ്മയുണ്ട് അച്ഛനുണ്ട്. ക്ഷമിച്ചിരിക്കണു, ഗുണ്ടകളോട് സാധാരണ ഇല്ല, ഇത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ നിന്ന്.
ഒരാളെ ഗുണ്ട, അതാളുടെ ഒരു സോഷ്യൽ പൊസിഷൻ അല്ലേ? ആ സോക്കാൾഡ് ഗുണ്ട തന്നെ അതെ അതെ, വീട്ടിൽ ഭയങ്കര ഇതാവും. അത് ഉറപ്പായും ഉണ്ടാവും. ഈ ആൾക്ക് എല്ലാ മാനുഷിക സോക്കാൾഡ് മാനുഷിക സംഭവങ്ങളും ഉണ്ടാവും ഉണ്ടാവും ഉണ്ട്. അതെ അതെ അല്ലാതെ പറയാൻ പറ്റില്ല. മേബി അതെ അതെ ഉറപ്പായും ഉറപ്പായും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയൽ കമ്പാഷൻ പലർക്കും ഉണ്ടാവും. അപ്പം ഈ ദുരന്തം വരുന്ന സമയത്ത് മേ ബി അവരെ ഫാമിലി ആയിട്ട് കാണുന്നുണ്ടാവുമായിരിക്കാം. ആ കഴിയുമ്പോൾ പക്ഷെ ആ പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ അത് കഴിയും. തെരുവില് ഒരാളെ കൊല്ലുന്നു, ഈ കൊല്ലുന്ന ആൾക്കാര് അതിന്റെയൊക്കെ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് തെരുവിൽ കൊല്ലുന്നു. ഈ കൊല്ലുന്ന ആൾക്കാര് ആ തെരുവ് നിങ്ങൾ പോന്നിട്ട് വീടിന്റെ ഉള്ളിലെ ആളുകളെ കെട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് നന്നായി ഇടപെടുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെറുതായി എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവുന്നു. ഇല്ലേ? അതിപ്പോ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ എങ്ങനെയാണ് ആൾക്കാർ കൊന്ന് പുറത്ത് വന്നിട്ട് വേറെ അവരുടെ കാര്യങ്ങൾ അവരുടെ അപ്പൊ ആ സന്ദർഭത്തിൽ അവർ കമ്പാഷനേറ്റ് അല്ലാന്ന് പറയാൻ പറ്റില്ല. അത് കമ്പാഷനേറ്റ് അവർ ആ മൊമെന്റിൽ അവര് ആ ചെയ്യുന്ന ആക്ടിൽ അവര് അവർക്ക് മനുഷ്യരുടെ ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഡെക്സ്റ്റർ എന്ന് പറഞ്ഞ സീരിയൽ കണ്ടത്. ഡെക്സ്റ്റർ ഒരു സീരിയൽ കില്ലറാണ്. അത് സീരിയൽ കില്ലേഴ്സിനെ മാത്രമേ കൊല്ലൂ. അത് മാത്രമേ കൊല്ലൂ. All his killings are act of morality and compassion. അത് ശരിയാണ്. ഡിജിറ്റൽ കമ്പാഷൻ ആണത്. ഇതിലൊരു പോയിന്റ് കൂടെ എനിക്ക് ആഡ് ചെയ്യണം തോന്നിയ സംഭവമാണ്. ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി ഇവള് പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ടൈമിൻ്റെ ഒരു വലിയ ഇത് വരുമ്പോൾ എസ്പെഷ്യലി കെയർ ഒരു സ്റ്റേറ്റിൻ്റെ പോർട്ട്ഫോളിയോയും കൂടെ ആകുമ്പോൾ ഏത് കെയറാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമില്ലേ? ഉണ്ട് ഉറപ്പായും ഉണ്ട്. ടൈമിനേക്കാൾ സാർ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലായി ടേബിളിന്റെ അപ്പുറം കാണാൻ പറ്റില്ല. ഡോക്ടർമാരുടെ പ്രശ്നം അതുകൂടിയാണ്. അതിന്റെ അപ്പുറം കാണാൻ പറ്റാത്തതുകൊണ്ട് അമ്മയ്ക്ക് അതാണ് തോന്നുന്നു. അമ്മ കുട്ടീനെ കൊല്ലുമ്പോ അമ്മയുടെ ആ നോട്ടത്തിൽ അത്രേ വരുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല. സമയത്തിനേക്കാൾ ആ ഒരു ഫാക്ടർ ഉണ്ട്. അല്ല, നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ